ഞാൻ സാധാരണ പത്രക്കാരെ കാണുമ്പോൾ അവരെന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിം സിനിമ എടുക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഈ ചോദിക്കുന്ന ആളുകളോട് പറയാറുള്ളത്, നിങ്ങളിൽ ഒരു വർഗീയവാദിയുള്ളത് കൊണ്ടാണ് എന്നോട് ആ ചോദ്യം ചോദിക്കുന്നത് എന്നാണ്. ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് ആ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കേണ്ടേ എന്ന് ഇവിടുത്തെ സ്വാഗത പ്രാസംഗികൻ മുസ്ലിം സ്വത്വത്തെക്കുറിച്ച് സിനിമയെടുക്കുന്ന ആളാണ് എന്ന് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ എന്റെ ആപ്പീസ് കൂട്ടിയിട്ടാ ഉള്ളത് പറയല ഞങ്ങളോട്. എന്റെ ആപ്പീസ് കൂട്ടിയൊരു ദിവസം ഞാൻ കണ്ട കാലം കേരളീയർക്ക് വേണ്ടി മലയാളികൾക്ക് വേണ്ടി സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ്. ആ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമ മുസ്ലിം സത്യത്തെയല്ല, കേരളീയ സമൂഹത്തെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് എന്നുള്ളത് ഇവിടെ പോലും മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ള ഒരു ആധുനിക കാലഘട്ടത്തിലാണല്ലോ എന്നെപ്പോലുള്ളവർ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്തത് എന്ന് എനിക്ക് തോന്നി. എന്നുകൊണ്ട് പറഞ്ഞാണ്. അദ്ദേഹം സീരിയസ് ആയിട്ട് പറഞ്ഞതാവില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളെ വളരെ ശക്തമായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെ. അത് എനിക്ക് ഡോക്ടർ കെ എൻ പണിക്കർ പരദേശി എന്ന സിനിമ എടുത്തപ്പോ അത് വെച്ച് കോഴിക്കോട് സൊളിഡാരിറ്റി എന്നൊന്നുണ്ട് ചർച്ച സംഘടിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, വലിയകത്ത് മൂസ എന്തുകൊണ്ടാണ് ഈ എല്ലാ തരത്തിലുമുള്ള ഒരു ഇസ്ലാമിക രാജ്യം എന്ന നിലയിൽ സ്ഥാപിക്കപ്പെട്ട പാകിസ്ഥാനിൽ താമസിക്കാൻ ഇഷ്ടപ്പെടാതെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് വരാൻ, പൂക്കോട്ടൂരിലേക്ക് വരാൻ വേണ്ടി നടത്തുന്ന യാതനാപൂർണമായിട്ടുള്ള ശ്രമങ്ങളാണ് ആ സിനിമയുടെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ സ്വീകരിച്ചത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതുതന്നെ ഒരു ഇസ്ലാമിക ദേശീയത എന്ന് പറഞ്ഞ തെറ്റായ ഒന്നിനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും കോൺഗ്രസുകാരും മുസ്ലിം ലീഗുകാരും ഒക്കെ പിന്തുടർന്നു വന്നത് എന്ന് കമ്മ്യൂണിസ്റ്റുകാരടക്കം. അപ്പോ അത്തരത്തിലുള്ള ദേശീയത നിലനിൽക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ കാണുന്ന ഒരു പ്രത്യേകത, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രത്യേകത, സ്വന്തം ചരിത്രത്തെ അന്വേഷിക്കാൻ മലയാളി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ നമുക്കൊക്കെ ആശ്വാസം നൽകുന്നതാണ്. ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് വരുന്ന ആളാണ്. ഗുരുവായൂർ അമ്പലനടയിലാണ് എന്റെ വീട്. ഗുരുവായൂരിന് 1 കിലോമീറ്റർ തന്ന അമ്പലനട തെക്കേ നടയിലാണ് വീട്. ആ ഗുരുവായൂരിന്റെ ചരിത്രം പോലും എനിക്കറിയില്ല എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കൊന്നും വലിയ തൃപ്തിയില്ലാത്തൊരു കാര്യമാണെന്ന് എനിക്കറിയാം. മണത്തല തീർച്ചാനായിട്ട് പരിപാടി ഉണ്ട് ചാവക്കാട്ട്. അത് ഞങ്ങൾ കേമായിട്ട് ആഘോഷിക്കുന്നതാ. അത് ഐദ്രോസ് കുട്ടി മൂപ്പരുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഒരു CPI ഭായിയാണ്, നിങ്ങൾക്കറിയാം. പാർട്ടി സെക്രട്ടറി സഖാവ് ബേബിയോടാണ്, തൃശ്ശൂരിലെ പാർട്ടി ജില്ലാ സെക്രട്ടറി. അപ്പൊ എന്നോട് ചോദിച്ചു, PT നമുക്കൊന്നൊരു ചരിത്രമല്ലേ? നമ്മൾ ചരിത്രമില്ലാത്തവരെ സാഹിബിന് മാത്രമേ ചരിത്രമുള്ളൂ, നമ്മളിതൊന്ന് അന്വേഷിക്കണ്ടേ? അങ്ങനെ എന്നോട് ചോദിച്ചു, നമ്മളൊരു കാര്യം ചെയ്യാം, ഐദ്രോസ് ട്യൂബറെ പറ്റിയൊരു സെമിനാർ വയ്ക്കാം. എങ്ങാരം മാഷ് വിളിച്ചിരുന്നതാണ്. ലിംഗാരം മാഷ് പറഞ്ഞ്, എനിക്ക് വലിയ പിടിയില്ലാത്ത ഒരാളാണ് മൂപ്പര്, അതുകൊണ്ട് PTSനെ പറ്റി പറഞ്ഞു തന്നെ. ഏതാ പുസ്തകം അന്വേഷിച്ചപ്പോ ഒരൊറ്റ പുസ്തകമുള്ളൂ. 1959 ചേറ്റുവായി അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ എഴുതിയ ഒരു പുസ്തകമാണ് മർഹൂം ഐദ്രോസ് കുട്ടി മൂപ്പരെ കുറിച്ചുള്ള ഇതുള്ളത്. ഇത് തപ്പ് തന്നെ. ഞങ്ങള് ഇനി പാർട്ടി അന്വേഷിക്കാൻ സ്ഥലമൊന്നുമില്ല. ഈ പാർട്ടിയുടെ സഖാക്കളൊക്കെ അത് അന്വേഷിച്ചു പോയിട്ട് ഒടുവിൽ ഫറൂഖ് കോളേജിൽ നിന്നാണ് ഈ പുസ്തകം കിട്ടുന്നത്. എന്റെ ഏറ്റവും വലിയൊരു സങ്കടം എന്താ വെച്ചാൽ, അദ്ദേഹം ചേറ്റുവായി പരീക്കുട്ടിയെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഉമ്മാടെ നാട്ടിലാണ്, എന്റെ ഉമ്മാടെ ബന്ധുവാണ് അദ്ദേഹം.
ഈ പുസ്തകം എഴുതുന്ന കാലത്ത് എന്റെ ഉമ്മാട് വന്ന് പാട്ടുകൾ പരീക്കുട്ടിയുടെ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പരീക്കുട്ടിയുടെ പാട്ടുകൾ പലതും കിട്ടാനില്ലാത്തതുകൊണ്ട് ഉമ്മാനെ കൊണ്ട് പാടിപ്പിച്ച് പകർത്തുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം പരീക്കുട്ടി എഴുതാൻ വേണ്ടിയിട്ടുള്ള കാലത്ത്. അപ്പൊ അദ്ദേഹം എഴുതിയൊരു പുസ്തകം പോലും എന്റെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. പക്ഷെ ആ പുസ്തകം വായിക്കുമ്പോഴാണ് ആ പുസ്തകം വായിക്കുക മാത്രമല്ല, ആ പുസ്തകത്തോട് അനുബന്ധമായിട്ട് ഇതൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു തുഹഫത്തുൽ മുജാഹിദീൻ പോലുള്ള പുസ്തകങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന മതേതരത്വവും അതുപോലെ തന്നെ ഇവിടെ നിലനിന്നിരുന്ന ബഹുസ്വരതയും എത്ര കണ്ട് കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് 1835 ജീവിച്ച, അല്ലെങ്കിൽ 1735 735 ഐദ്രോസ് മൂപ്പര് ജനിച്ചതെന്നാണ് പറയുന്നത്. ഒരു മേടം 1-ാം തീയതി എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഐദ്രോസ് കുട്ടി മൂപ്പര് വാപ്പ സാമൂതിരിയുടെ നികുതി പിരിവുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് ഐദ്രോസ് കുട്ടി മൂപ്പര്. വലിയ പടയാളിയായിരുന്നു. അവരുടെ അംഗരക്ഷകരായിട്ട് ഇന്നും ചാവക്കാടുള്ള 5 ഈഴവ കുടുംബങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. മേലേപ്പുര വളരെ സമ്പന്നരായിട്ടുള്ള ഒരു കുടുംബമാണ്. അതുപോലെ തന്നെ കളരിക്കൽ, എല്ലാ കുടുംബങ്ങളും ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അത്ഭുതം പോലെയാണ്. അത്തരത്തിലുള്ള അതുമാത്രമല്ല ഉള്ളത്, ഇദ്ദേഹത്തിന്റെ മതേതരത്വത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ഇദ്ദേഹം ഒരു കാലത്ത് പിന്നീട് ടിപ്പു മലബാർ പിടിച്ചടക്കിയപ്പോ ഇദ്ദേഹത്തെ ചാവക്കാട്ടെ ഗവർണറാക്കി. ചാവക്കാട്ട് ഗവർണറാക്കിയ ഇദ്ദേഹമാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ കസ്റ്റോഡിയനായിരുന്നത്. ഇതൊരു തമാശ. ഇത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? ടിപ്പു 800 ഏക്കർ ഭൂമി ഗുരുവായൂർ അമ്പലത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത്. 3000 പകോടയും അന്ന് ഒരു ഇതില് അവിടെ ചരിത്രം അറിയുന്ന ഒരാൾ വന്ന് പറഞ്ഞതാണ്. ഈ 800 ഏക്കർ ഭൂമിയും 3000 കൊടുത്തതിന് ശേഷം ഇദ്ദേഹമായിരുന്നു കാരണം എല്ലാ മാസവും പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിലെ കണക്കുകൾ പരിശോധിച്ചിരുന്നത് ഐദ്രോസ് കുട്ടി മൂപ്പരാണ്. തീർന്നില്ല. മുതുവട്ടൂർ രാജാ ഹാൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ അടുത്തൊരു അമ്പലമുണ്ട്, കോഴിക്കുളങ്ങര അമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ അമ്പലത്തിലെ ഭഗവതി ഉത്സവത്തിന് അവസാനത്തെ കാഴ്ച വരുമ്പോ അല്ലെങ്കിൽ പ്രദക്ഷിണം വരുമ്പോ അദ്ദേഹം അവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ 100 കതിനവെടി പൊട്ടിക്കുകയും അവസാനത്തെ 101ാമത്തെ കതിനവെടി പൊട്ടിച്ചിരുന്നത് ഐദ്രോസ് കുട്ടി മൂപ്പരാണ്. ഇതിൽ വലിയ സെക്യുലറിസം എന്താ ഉള്ളത്? നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിലാണ് സെക്യുലറിസം പഠിച്ചത്. അങ്ങനെയല്ലേ സ്കൂളിൽ പഠിപ്പിക്കണേ, അല്ലെ? MGS ഒക്കെ പഠിപ്പിക്കണം അങ്ങനെ. ഫ്രഞ്ച് റവല്യൂഷനാണ്. ഞാൻ തന്നെ തള്ളി കളഞ്ഞതാ. സായിപ്പിന്റെ സെക്യുലറിസം അല്ലല്ലോ നമ്മളെ സെക്യുലറിസം. നമ്മളെ സെക്യുലറിസം ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഊന്നിയ സെക്യുലറിസമാണ് നമുക്കുള്ളത്. തീർന്നില്ല. ഞാൻ മസ്കറ്റില് ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു ശ്രീനിവാസ അയ്യർ എന്ന് പറഞ്ഞു, ശ്രീനിവാസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഹ്മണനാണ്, കൽപ്പാത്തിയിലുള്ള പത്രപ്രവർത്തകനായിട്ടുള്ള ഒരാൾ എന്നെ കാണാൻ വന്നു. അത് അന്ന് 2 ദിവസം ജോയിൻ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്റെ ഒരു കഥ ഉണ്ട്, വീട്ടിൽ സിനിമ ആക്കുമെന്ന് വെച്ചു. ഇത് എവിടെ ചെന്നാലും ആളുകൾ വരണ കഥയാക്കോ എവിടെ വന്നാലും ചോദിക്കുന്ന. അപ്പൊ എനിക്ക് അന്ന് വലിയൊരു തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞു അയാളോട്. അപ്പോ ഇങ്ങോട്ട് ചോദിച്ചു, ഗുരുവായൂരുമായി ബന്ധപ്പെട്ട കഥയാണെന്ന് പറഞ്ഞപ്പോ ഇരിക്കാൻ പറഞ്ഞ. ഞാൻ ഗുരുവായൂർക്കാരനാണല്ലോ. കഥ ശ്രീനിവാസ അയ്യർ എന്ന് പറയുന്ന ടിപ്പുവിന്റെ ഒരു ഗവർണറെ കുറിച്ചാണ്. അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു. ശ്രീനിവാസ അയ്യർ അദ്ദേഹം മദ്രാശിയിലെ ഇവിടുത്തെ ഗവർണറായിട്ടിരുന്നുണ്ട്. കോഴിക്കോടൊക്കെ ടിപ്പുവിന്റെ ഗവർണറായിട്ടിരുന്നുണ്ട്. ടിപ്പുവിന്റെ പിതാവാണ് അദ്ദേഹത്തിൽ ക്ഷത്രിയനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതും പിന്നീട് സത്യമംഗലത്താണ് അദ്ദേഹത്തിന്റെ കുടുംബം ഉണ്ടായിരുന്നു പറയുന്നു. അവിടെ ഗവർണറാക്കി അദ്ദേഹം ഗവർണറായിരിക്കുന്ന കാലത്താണ് ഗുരുവായൂർ അമ്പലത്തിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകും. ഗുരുവായൂർ അമ്പലത്തിൽ ടിപ്പുവിന് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോ ടിപ്പു ഗുരുവായൂർ അമ്പലത്തിനോട് പൈസ വാങ്ങിക്കാൻ വേണ്ടി ഐദ്രോസ് കുട്ടി മൂപ്പരോട് പറഞ്ഞു.
ഐദ്രോസ് കുട്ടി മൂപ്പര് വളരെ തന്ത്രപൂർവ്വം അതിൽ നിന്ന് പിന്മാറിയത് എന്താ കാരണം? ഐദ്രോസ് കുട്ടി മൂപ്പര് അവിടത്തുകാരനാണ്, അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സത്യമംഗലത്തുള്ള ഗവർണറെ ഏൽപ്പിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. ശ്രീനിവാസ അയ്യര് ഇവിടെ വന്നപ്പോ അമ്പലം ഭരിക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ തരില്ല, പൈസ തരാൻ പറ്റില്ല. അപ്പോ അയ്യര് ടിപ്പുവിനോട് പറഞ്ഞു, ഇത് എന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട പണിയായിരുന്നില്ല ഇത്, കാരണം ഞാനല്ല ഇത് ചെയ്യേണ്ടത്, ഐദ്രോസ് കുട്ടി മൂപ്പരാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങളെ എന്നെയും കൂടി തെറ്റിക്കാൻ സാമൂതിരിയുടെ മനസ്സ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന എന്താ കാരണം? കടലോരത്തുള്ള എല്ലാ മാപ്പിള പ്രമാണികളും യോദ്ധാക്കളും സാമൂതിരി രാജാവിന്റെ നോട് ഇഷ്ടമുള്ളവരും സാമൂതിരി രാജാവ് വന്നതിനെ പിന്താങ്ങിയവരുമാണ്. ടിപ്പുവിനോട് അവർക്ക് വലിയ തോതിലുള്ള ആദരവൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാണാൻ പറ്റും. മാത്രമല്ല, ചാവക്കാട് ജുമായത്ത് പള്ളി, ഇന്നത്തെ ചാവക്കാട് ജുമായത്ത് പള്ളി ഉണ്ടാക്കി കൊടുത്തത് സാമൂതിരി രാജാവാ. ഈ ഐദ്രോസ് കുട്ടി മൂപ്പർക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പള്ളി ഉണ്ടാക്കി കൊടുത്തത്. അതിന്റെ തൊട്ടടുത്താണ് ഐദ്രോസ് കുട്ടി മൂപ്പരുടെ വീട്. ഞാൻ അടുത്ത കാലത്ത് പോയി കണ്ട സ്ഥലം കിടക്കുകയാണ്. അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലം കത്തിയപ്പോ 77 ബാഗ്ബൂളി വരുന്ന അവിടുന്ന് അമ്പലത്തിന് തൊട്ടടുത്ത. ഇപ്പൊ അവിടുന്ന് 2 പീരങ്കി കിട്ടി അടുത്ത കാലത്തായിട്ട്. തൊട്ടടുത്ത് ശിവക്ഷേത്രം ഉണ്ട്, അവിടുന്ന് 2 പീരങ്കി കിട്ടുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അങ്ങനെ സാമൂതിരി ഈ അമ്പല കമ്മിറ്റിയുമായിട്ട് ഇവർ തെറ്റുകയും പിന്നീട് സാമൂതിരി ഐദ്രോസ് കുട്ടി മൂപ്പരെ വധിക്കുകയും ചെയ്തു എന്നാണ് കഥ. ഇതിന്റെ കഥകളുണ്ട്. വളരെ അദ്ദേഹം പോവുകയും സാമൂതിരി ടിപ്പുവിനെ വെട്ടിച്ച് അദ്ദേഹം വരികയും യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന്റെ ഒപ്പം എല്ലാവരോടും പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അംഗരക്ഷകരോടും യോദ്ധാക്കളോടും പൊക്കോളാൻ പറഞ്ഞപ്പോ ഒരു നായർ കുടുംബത്തിൽപ്പെട്ട അവർ കൂട്ടാക്കിയില്ല പോവാൻ. ആ നായരുടെ കബറാണ് എടപ്പുള്ളിയുണ്ടെന്ന് പറയുന്നുണ്ട്, ഉറപ്പില്ല. അവിടെ ഒരു കബറുണ്ട്, മണത്തലയിലാണ് ഐദ്രോസ് കുട്ടി മൂപ്പരുടെ കബർ. പിന്നീട് എനിക്ക് സിനിമ കൂടെയാണ്. ഈ അമ്പലക്കാര് ടിപ്പുവിന് പൈസ കൊടുക്കാതായപ്പോ ടിപ്പു ഫോഴ്സ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഐദ്രോസ് കുട്ടി മൂപ്പരെ ടിപ്പു വധിച്ചു. പക്ഷേ ശ്രീനിവാസ അയ്യരോട് പറഞ്ഞു, നിങ്ങൾക്ക് കർമ്മവും വിശ്വാസവും, ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം കർമ്മവും വിശ്വാസവും വരുമ്പോ കർമ്മത്തിന് പ്രാമുഖ്യം കൊടുക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ വിശ്വാസത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് എന്റെ സേനയെ നയിക്കാനുള്ള, എന്റെ സ്ഥലങ്ങളെ ഭരിക്കാനുള്ള ആത്മീയമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ധാർമ്മികത നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ജോലിയിൽ നിന്ന് മാറ്റുന്നു. ഇത് കേട്ടപാട് ബ്രിട്ടീഷ് പട്ടാളക്കാരും ബ്രിട്ടീഷ് ആളുകളും ഇദ്ദേഹത്തിന് പിന്നാലെ കൂടി അയ്യരത് മുഴുവൻ നിഷേധിച്ചു. അയ്യരെന്നറിയോ, കൽപ്പാത്തിയിൽ ബെല്ലക്കച്ചവടക്കാരനായി പോയി എന്നാണ് കഥ. കൽപ്പാത്തിയിൽ ബെല്ലക്കച്ചവടക്കാരനായിട്ട് കൊഴിഞ്ഞാമ്പാറയിൽ പാൽതന്നെ യുദ്ധം നയിച്ച ഭൂമിയിലൂടെ ഒരു ദിവസം വെള്ളം വാങ്ങിക്കാൻ പോകുമ്പോ അവിടെ ഒരു മാപ്പിള പട്ടാളക്കാരൻ, ടിപ്പുവിന്റെ പട്ടാളക്കാരനായിരുന്ന, ശ്രീനിവാസ അയ്യരുടെ പട്ടാളക്കാരനായിരുന്ന ഒരാള് ഒരു മരത്തവണയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ, നീ എവിടെയാണ് ഇപ്പോ എന്ന് ഈ അയ്യര് ചോദിച്ചപ്പോ ബഹുമാന പുരസ്സരം എണീറ്റു നിന്നു. അപ്പൊ അങ്ങേക്കൊന്നും അറിയില്ലേ, അദ്ദേഹം ആ മരത്തണലിൽ ഇരുന്നു എന്നാ പറഞ്ഞത്. ഇരുന്ന് ഈ കഥ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ടിപ്പു മരിച്ചില്ലേ, ബ്രിട്ടീഷുകാർ കൊന്നില്ലേ എന്ന് പറഞ്ഞ അപ്പോഴാണ് അദ്ദേഹം ഈ ലോകമായിട്ടുള്ള എല്ലാം വിച്ഛേദിച്ചിരുന്നു എന്നാണ് അവിടെ ഇരുന്ന് മരിക്കുകയാണ് അയ്യര് ചെയ്തത് എന്നാണ് പറയുന്നത്. ഈ മരണവാർത്ത കേട്ട് താങ്ങാനാവാതെ തന്റെ സഹോദരനെ പോലെ സ്നേഹിച്ച അയ്യര് മരിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഡോക്യുമെന്റഡാ. ഇനിയിപ്പോ ചരിത്രകാര മാഷന്മാരാകാനും ഒക്കെ ഇവിടെ മാഷന്മാരായിരിക്കണം, അവർക്ക് അപ്പ സംശയം തോന്നുമല്ലോ. വീട്ടിൽ പിന്നെ ഇത് ഡോക്യുമെന്റാണ് അയാൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സിനിമ ആയിക്കൂടായില്ല, അത് വിവാഹത്തിന്റെ വിഷയമായതുകൊണ്ട് ഞാൻ ചിലപ്പോ ഇതിന് 3 ക്യാരക്ടേഴ്സ് വളരെ പ്രകടമായിട്ട് വരുന്നുണ്ട്. ഐദ്രോസ് കുട്ടി മൂപ്പര്, അയ്യര്, ടിപ്പു. അപ്പൊ സാമാന്യമായിട്ടുള്ള ഒരു സിനിമയ്ക്ക് ഒരു സാധ്യത ഉള്ള ഒരു സിനിമയാണ് എന്നുള്ളത്. ഞാൻ കുറച്ച് ചരിത്രം സിനിമയാക്കുന്ന തിരക്കിലാണ്. കാരണം ചരിത്രം പുനഃപരിശോധിക്കണം.
ഇവിടെ മാത്രമല്ല ഈ സെക്യുലർ ഫാബ്രിക് നിലനിന്നിരുന്നത്. 9ാം നൂറ്റാണ്ടിലെ രൂപീകരിച്ച 3 യൂണിവേഴ്സിറ്റികളാണ് ആധുനികമായിട്ട്. ഞാൻ ഇതിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആധുനികമായിട്ട് 3 യൂണിവേഴ്സിറ്റിയാണ് ലോകത്തുണ്ടായത്. 6ാം നൂറ്റാണ്ടിലുണ്ടായ നെസ്റ്റോറിയൻ പാതിരിമാരുണ്ടാക്കിയ ജുംബിഷാപൂരിലെ യൂണിവേഴ്സിറ്റി ഇറാനിലെ, 2ാമത്തെ യൂണിവേഴ്സിറ്റി ബാഗ്ദാദിലുണ്ടാക്കിയ ഹൗസ് ഓഫ് വിസ്ഡം എന്ന യൂണിവേഴ്സിറ്റി, 3ാമത്തെ യൂണിവേഴ്സിറ്റി 976 ഉണ്ടാക്കിയ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി. 976 അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് 1000 ചില്ലാനം കൊല്ലമായി അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ട്. അവിടെയാണ് സിനിമക്കാരൻ പഠിച്ചത് എന്നുള്ളത് കൊണ്ട് സിനിമയുടെ ആദ്യകാലത്തെ ചിന്ത അല്ലെങ്കിൽ കാഴ്ചയുടെ സിദ്ധാന്തം ഉണ്ടാക്കിയ ബിനു ഹൈത്തം അൽ ഹസ്സൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അവിടെയാണ് പഠിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ പറയാൻ ആരംഭിക്കാൻ കാരണം. അൽ ഹസ്സനാണ് സിനിമയുടെ ആദ്യകാല സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നത്. കാഴ്ച ചരിത്രം പോലെ തന്നെയാണ്, കാഴ്ച റിഫ്ലക്ഷനാണെന്നാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് പറയുന്നത്. നമ്മളിപ്പോ ഒക്കെ ഹറാമിന്റെ കാലത്തല്ലേ അല്ലേ? മാപ്പിളക്കൊക്കെ ഹറാമ, പാട്ട്, സംഗീതം, ശാസ്ത്രം, ചരിത്രം, എന്തായി സ്ഥിതി. സിനിമ എടുത്ത കാഫറായി. പടച്ചോറെ എന്തൊരിടങ്ങറ. ഇന്നാള് പ്രബോധനത്തിന് ഞാനൊരു ആർട്ടിക്കിള്, ഒരു ഇന്റർവ്യൂ, അത് കുറച്ച് ഇവരെ വിമർശിച്ചിട്ട് സിനിമ. പിന്നെ ഈ SI യോട് കുട്ടികൾ സിനിമയുടെ ഒരു ക്ലാസ്സിന് പോയി. അവർക്കൊക്കെ ശങ്കേ സിനിമ എടുക്കാവോ? ഞാൻ പറഞ്ഞു, പെണ്ണു മക്കളെ ഇന്റെ പണി സിനിമ എടുക്കല, അതിൽ ആണും പെണ്ണും ഇല്ലാണ്ട് സിനിമ എടുക്കാൻ പറ്റില്ല. യാതൊരു സംശയം. മമ്മൂട്ടി പെണ്ണുങ്ങളെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓരോ അഭിനയിക്കാതെ കിട്ടുമോ? ഇത്തരത്തിലുള്ള യാഥാസ്ഥികമായ നിലപാടുകൾ മുസ്ലിം സമുദായം വലിച്ചെറിയേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടെയാ? അതൊക്കെ ഇപ്പൊ പറയാണ്, നിങ്ങൾ സിനിമ പിടിക്കണം, സിനിമ പിടിക്കാൻ തെറ്റായി പോയി എന്ന് പറയാ. ഇപ്പോഴും മാധ്യമ സിനിമയുടെ പരസ്യം കൊടുക്കാനില്ല എന്ന് പറയണം മാധ്യമക്കാരുണ്ടെങ്കിൽ. എന്തെങ്കിലും സിനിമയുടെ പരസ്യം കൊടുത്താ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊക്കെ സിനിമയുടെ പരസ്യം കൊടുക്കാം? ഞാൻ മാത്രമസാനോട് പലവരും ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ സുഹൃത്താ ചോദിക്കാം, നമ്മൾ അറിയുന്ന പരസ്പരം അറിയുന്നതുകൊണ്ട്. വാപ്പാക്ക് പുലിനറിയാം, പുലിക്ക് വാപ്പാനറിയാം എന്ന് പറഞ്ഞവരില്ലേ, അതവസ്ഥ നമുക്ക് പരസ്പരം അറിയുന്നത് കൊണ്ടൊക്കെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഇതില്ല. വികാരമായിട്ട് പറഞ്ഞു വെച്ചാൽ മാപ്പിളാരെന്നൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് കീശയിലിട്ടുണ്ട്, അതുകൊണ്ട് അവരെ വിമർശിക്കാതെ ഒപ്പരിനോട് പറഞ്ഞു. അതുപോലെ നമുക്കിത് പറയാൻ അർഹതയുള്ളതുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ബൈത്തിലേക്ക് പോലൊക്കെ ഉണ്ടായിരുന്ന ആരാ? ഹുനൈൻ ബിൻ ഇഷാഖ്. ആരാ? ക്രിസ്ത്യാനിയാ. അദ്ദേഹമാണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്തം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആൾക്ക് വേണ്ടിയിട്ട്, അൽഖവാരിസ്മിക്ക് വേണ്ടിയിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് അക്കത്തിലൂടെ അള്ളാഹുവിനെ അന്വേഷിക്കാൻ പോയ ആളാണ്. അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചതിന്റെ ആരംഭം കുറിച്ചത്. എന്റെ സുഹൃത്തുക്കളെ, ഇത് ഞാൻ പറഞ്ഞതല്ല. ദ ലോസ്റ്റ് ഹിസ്റ്ററി, പുതിയ ബുക്ക, 2008 മൈക്കൽ മോർഗൻ എഴുതിയ പുസ്തകത്തില് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അൽജസീറ ടിവിയില്. അതിൽ അദ്ദേഹം പിടിച്ചു ചോദിക്കുന്നു, ഇത് എവിടെ നിന്നുണ്ടായി? ബാഗ്ദാദ്. അൽഗോരിതം എന്ന ഗണിതശാസ്ത്രത്തിൽ നിന്നാണ് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈലും ഉണ്ടാകുന്നത്. അതിന് തുടക്കം കുറിച്ച ഗണിതശാസ്ത്ര ശാഖയുടെ പിതാവ് അൽഖവാരിസ്മിയാണ്. അൽഖവാരിസ്മിക്ക് വെളിച്ചം പറയുന്നത് ബ്രഹ്മസ്ഫുട സിദ്ധാന്ത എന്ന ബ്രഹ്മഗുപ്തന്റെ ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ്. അദ്ദേഹത്തിന് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഹുനൈൻ ബിൻ ഇഷാഖ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയാണ്. എവിടെ? ഇതേത് കാലത്താ? 9ാം നൂറ്റാണ്ടിലാ. പിന്നെ എങ്ങനെ ഈ കൗമ് ഇങ്ങനെ ചെയ്യുന്ന പിന്റെ ആലോചന? ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടുപിടിക്കുന്ന ആരാ? ജാബിർ ബിൻ ഹയാം. അൽക്കലി എന്ന് പറഞ്ഞ പിന്നെ കെമിസ്ട്രി കണ്ടുപിടിക്കുന്ന ആരാ? അദ്ദേഹം തന്നെ. നൈട്രിക് ആസിഡ് കണ്ടുപിടിക്കുന്ന ആരാ? അദ്ദേഹം തന്നെ. ആധുനിക അലോപ്പതി വൈദ്യശാസ്ത്രത്തിന്റെ കിതാബ് കാനൂൻ അൽ മെഡിസിൻ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയതാരാ? അവിസിന്ന എന്നാണ് സായിപ്പ് പറയുന്ന ഇബ്നു സിന്ന. പുസ്തകം അവൈലബിളാ, അതൊക്കെ അവൈലബിളാ. അൽഖവാരിസ്മിയുടെ അൽജബ്ര മുക്കാബൽ അവൈലബിളാ ലാറ്റിനില്. ഇബ്നു ഹൈത്തമിന്റെ ഒപ്റ്റിക് എന്ന് പറയുന്ന കിതാബുൽ മനായർ പുസ്തകം അവൈലബിളാ. ഇപ്പോഴാണ് അവൈലബിൾ. ഇത് മുഴുവൻ പൂഴ്ത്തി വെച്ചിരുന്ന, ഇപ്പോഴാണ് ഇത് മുഴുവൻ വരുന്നത്. ഈ പുസ്തകത്തിനെ കുറിച്ച് വരുന്ന ഇത് ഈ ചരിത്രമേ ചർച്ച ചെയ്യാറില്ല നമ്മൾ. ചരിത്രം ചർച്ച ചെയ്താലേ കാര്യങ്ങൾ വെക്കാവൂ. 1954 ഒരു പുസ്തകം വന്നു.
1954 ഈ ഒരു പുസ്തകം നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നു. നമ്മളെ ബുദ്ധിജീവികളൊക്കെ പോക്കാ. നോർത്ത് ആഫ്രിക്കയിലെ കാര്യങ്ങളുടെ ചിന്തകളുടെ പുതിയ പുതിയ അന്വേഷണം. അദ്ദേഹം 1954 എഴുതിയ പുസ്തകമാണ് മോഷ്ടിക്കപ്പെട്ട പൈതൃകം. ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങും, മലയാളത്തിൽ ഇറങ്ങാൻ പോവുക. നമ്മളതിനുവേണ്ടി ശ്രമിക്കുന്നത്. മോഷ്ടിക്കപ്പെട്ട പൈതൃകത്തിലാണ് അദ്ദേഹം ഇതുവരെ ഉണ്ടായിരുന്ന, നിങ്ങൾ പഠിപ്പിച്ച, നിങ്ങൾ ചിന്തിച്ച എല്ലാ ആധുനിക സംഭവങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം ആരംഭിക്കുന്നത്. അദ്ദേഹം ഗ്രീക്ക് ചിന്തകളെ പരിപൂർണമായി ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഇതിന്റെ സോഴ്സ് എവിടെയാണ്? നിങ്ങളെ പഠിപ്പിക്കുന്ന എന്താ? ലോകത്തിലെ വിജ്ഞാനത്തിന്റെ ഉറവിടത്തിന്റെ ആദ്യ സോഴ്സ് ഗ്രീക്ക്. 6-ാം നൂറ്റാണ്ടിൽ ലോകം ഇരുട്ടറയിലേക്ക് പോകുന്നു. ചരിത്രത്തില് 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വീണ്ടും നവോത്ഥാനമുണ്ടാകുന്നു. അങ്ങനെ ലോകത്തെ പുതിയ രീതിയിലേക്ക് യൂറോപ്പ് നയിക്കുന്നു. 1000 കൊല്ലം ലോകം ഇരുട്ടിൽ. ഈ നുണയാണ് ജെയിംസ് ചോദ്യം ചെയ്തത്. ഇപ്പോൾ ആർക്കും സംശയവുമില്ല. കാരണം ശാസ്ത്രത്തിന്റെ എല്ലാ ധാരകളും ഉണ്ടായത് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഗണിതശാസ്ത്രമായാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും വൈദ്യശാസ്ത്രമായാലും ഒക്കെ തന്നെ. അബറോസ് ആയാലും ശരി, അബിസിന്നയായാലും ശരി, അൽറാസി ആയാലും ശരി, അബുൽ ഖാസിസ് ആയാലും ശരി, ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടുള്ള പേരല്ല ഞാൻ പറയാം. നദിയിൽ വെള്ളം പൊക്കുന്നതിനുള്ള നിവാരണം കണ്ടുപിടിക്കാൻ അദ്ദേഹം കോൺട്രാക്ട് എടുത്ത് പരാജയപ്പെട്ട് ബസറയുടെ തീരത്തിരുന്നുകൊണ്ട് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം കാഴ്ചയുടെ സിദ്ധാന്തം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം കാമുറ ഒബ്സ്ക്യൂറ, വസ്തുവിൽ വെളിച്ചം തട്ടിയിട്ടാണ് കാഴ്ച സാധ്യമാകുന്നത് എന്നുള്ള ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവ് അദ്ദേഹമാണ് ആദ്യമായിട്ട് കമുറ ഒബ്സ്ക്യൂറ മാഗ്നിഫൈയിങ് ഗ്ലാസ് ഉണ്ടാക്കുന്നത്. അതാണ് പിന്നീട് ക്യാമറയുടെ ഒട്ടേറെ ശാഖകളിലേക്കുള്ള നടന്നത്. പക്ഷേ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നത് ലിയോനാർഡോ ഡാവിഞ്ചിയാണ് കമുറ ഒബ്സ്ക്യൂറ കണ്ടെത്തിയത്. അത് ഉപവർഷ പുസ്തകത്തിലുണ്ട്. ഈ ജാതി തട്ടിപ്പാട് സായിപ്പ് നടത്തിയത് മുഴുവൻ ഈ പുസ്തകമുണ്ട്. ഇപ്പൊ പറയാൻ പറ്റില്ല. കെ ചന്ദ്രനൊക്കെ എന്നോട് പറഞ്ഞത് തെറ്റായിപ്പോയി എഴുതിയത്. കമോറ ഒബ്സ്ക്യൂറ ലാറ്റിനൈസ്ഡ് അറബ, ആൽക്കഹോൾ, അറബിക്ക, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പറഞ്ഞു വരുമ്പോ പുതിയ ചരിത്രം വരികയാണ് എന്നുള്ളതാണ്. പുതിയ ചരിത്രം വരുമ്പോ ഇത്തരത്തിലുള്ള സങ്കുചിതത്തിൽ നിന്ന് ഇസ്ലാമിക സമൂഹം പരിപൂർണമായിട്ട് മാറേണ്ടതുണ്ട്. നിങ്ങൾ ഒരുപാട് മാറാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ആശയുടെ കുട്ടികളോട് പറഞ്ഞത്, സിനിമയ്ക്ക് സിനിമയാണ് മറുപടി. ചരിത്രത്തിൽ നിന്ന് അന്വേഷണം കൊണ്ടാണ് നേരിടേണ്ടത്. സിനിമ എടുക്കാണ്ട് സിനിമ ഉണ്ടാക്കണവരെ ചീത്ത പറഞ്ഞിട്ട് കാണുന്നത് നിങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ലേ? മക്കൾ കാണൂലേ? അപ്പൊ ഇത് കാണിക്കണ നല്ലത്. നമ്മളൊക്കെ ഉണ്ടായോണ്ടല്ലേ ഇതുണ്ടായത്. അപ്പൊ ഇത്തരത്തിൽ ഞാൻ ഇപ്പൊ മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ കുറിച്ച് സിനിമ എടുക്കാൻ പോവാ. സിനിമ കണ്ടാളാ മുഹമ്മദ് റഹ്മാൻ സാഹിബ്. എല്ലാ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് പോയിട്ട ആളാ. എന്നെ ഏറ്റവും കൂടുതൽ നിർദ്ദേശിച്ച ഗംഗാരമാഷ. എപ്പോ കണ്ടാലും ചോദിക്കൂട്ടോ എന്തായാലും സിനിമ. എളുപ്പമുള്ള സിനിമ അല്ല എടുക്കാൻ, അതുകൊണ്ടാണ് എടുക്കാത്തത്. എളുപ്പമുള്ള സിനിമ അല്ല. മുഹമ്മദ് റഹ്മാനെ കുറിച്ചുള്ള സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ 4 സിനിമയ്ക്കുള്ള ഒരു ജീവിതമാണ് 24 കൊല്ലം കൊണ്ട് അദ്ദേഹം ജീവിച്ചു തീർത്തത്. രാഷ്ട്രീയ ജീവിതം കൊണ്ട് 4 സിനിമ ഉണ്ടാക്കാം, 13 സിനിമ ഉണ്ടാക്കാം. അന്നലെ എം ബഷീദിനെ കൊണ്ട് ഞാൻ കോഴിക്കോട് പോയി. അദ്ദേഹത്തിന്റെ അല്ലമീൻ നിൽക്കുന്ന സ്ഥലം പാളയം റോട്ടിൽ പോയിരുന്നു. അവിടെ അരുവ കച്ചവടം എന്തൊക്കെ നടക്കുന്നുണ്ട്, സ്പെയർ പാർട്സ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച സ്ഥലം ഒക്കെ ഞാൻ കണ്ടിട്ട് പോന്നു. കുറെ കൂടി ലൊക്കേഷൻ കുറെ കൂടി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത്തരം സ്ഥലങ്ങളിൽ പോയപ്പോ ഈ മഹത്തുക്കൾ ജീവിച്ചു പോയി. അതിന്റെ തൊട്ടപ്പുറത്താണ് NC ശേഖറും കെ ദാമോദരനൊക്കെ സോഷ്യലിസ്റ്റ് പാർട്ടി, കേരള സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ, ചരിത്രങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ മാനവികതയിലേക്ക് നയിക്കാൻ, ഏറ്റവും ഉത്ഭുതമായ ഒരു സമൂഹമായി മാറ്റാൻ ഒക്കെ ഉതകുന്നത് ചരിത്രമാണ്, ചരിത്ര പഠനമാണ്. പുതിയ ചരിത്രങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിന് അനുബന്ധമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് ആധുനികമായിട്ട് 70കളൊക്കെ പുനഃപരിശോധിക്കേണ്ട കാലഘട്ടമാണ് എന്നുള്ളതാണ്. 70കളെ താങ്ങിപ്പിടിച്ച് സോളിഡാരിറ്റി നടക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇവിടെ ഭീകരമായിട്ടുള്ള വർഗീയത ഉണ്ടാക്കിയെടുത്ത ഒരു കാലഘട്ടമാണ് എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 70കൾ ഭീകരമായിട്ട് കേരളത്തെയും ഇന്ത്യയും ഹൈന്ദവൽക്കരിക്കുകയും അതുപോലെ തന്നെ ഈ ആധുനികരെന്ന് പറയുന്ന ചരിത്രകാരന്മാരായാലും ശരി, സാഹിത്യകാരന്മാരായാലും ശരി, ഒട്ടേറെ ചർച്ചകൾ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നിങ്ങൾ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ നേരമില്ലാത്തതുകൊണ്ട്, പറഞ്ഞാൽ കയറി വിവാദമുണ്ടാകുമെന്നുള്ളത് കൊണ്ടും അത് പറയാൻ മടിയില്ലാത്ത ഒരാളായതുകൊണ്ടും ഞാൻ പറയും. എല്ലാവർക്കും പറയുന്നുണ്ട്, യാതൊരു സംശയവും വേണ്ട. നന്ദി.
വേദിയിലുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, സദസ്സിലുള്ള മാന്യ സുഹൃത്തുക്കളെ, ഞാനീ ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു വരുന്നതിന് ആവശ്യമില്ല. ഈ തുഖത്തുൽ മുജാഹിദീൻ എന്നെ വളരെയധികം സഹായിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങളുടെ ഒരു പടപരുതുന്നതിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് തുഖത്തുൽ മുജാഹിദീൻ. അതുകൊണ്ട് ഈ റബല്ലിനെ പറ്റിയാണ് ഞാൻ പഠിക്കാൻ പുറപ്പെട്ട്, മലബാർ കലാപത്തെ പറ്റിയാണ്. മലബാർ കലാപത്തെ പറ്റി പഠിക്കുന്ന കാലത്ത് എനിക്കൊരു അമേരിക്കൻ സുഹൃത്തിനെ കിട്ടി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അപ്പോഴേക്കും തുഖത്തുൽ മുജാഹിദീൻ വായിച്ചിരുന്നത് പക്ഷേ പണിക്കശ്ശേരിന്റെ തർജ്ജമയാണ്, അത് വളരെ ശരിയായിട്ടുള്ള തർജ്ജമയല്ല. പിന്നീട് മറ്റേ മുഹമ്മദ് ഹുസൈൻ നായനാറിന്റെ ഇംഗ്ലീഷിലുള്ള വായിച്ചു. പിന്നെ ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അതിന്റെ മുമ്പേ തർജ്ജമ എഴുതിയിരുന്ന റൗളൻസൺ എന്ന് പറഞ്ഞ ആളുടെ ആ തർജ്ജമ വാങ്ങിച്ചു. പിന്നീട് ഇപ്പോൾ അതർ ബുക്സ് ഇംഗ്ലീഷിൽ അതിന്റെ ഒരു പുതിയ പരിഭാഷ കൊണ്ടുവന്നിട്ടുണ്ട്. നായനാറിന്റെ ബുക്കാണെങ്കിൽ പറയുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ വ്യത്യാസമായിട്ട് പുസ്തകം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ പരിചിതമാണ്. അന്ന് അത്ര പരിചിതമായിരുന്നില്ല. അന്ന് ഈ അമേരിക്കൻ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇവരുടെ ഒരു മിലിറ്റൻസി, യുദ്ധം ചെയ്യാനുള്ളൊരു വീര്യം ഈ പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്തിട്ട് കിട്ടിയതല്ലേ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ ആവാം. തുഖത്തുൽ മുജാഹിദീൻ വായിച്ചാൽ ഇവരുടെ ഒരു മിലിറ്റൻസിയുടെ ഒരു വലിയ വീര്യം അതിലുണ്ട്. പിന്നെ അതെങ്ങനെ 19ാം നൂറ്റാണ്ടിൽ 20ാം നൂറ്റാണ്ടിലേക്കും വന്നു എന്നുള്ള ഒരു പ്രശ്നമാണ്. പാട്ടുകളിലൂടെ ആവാം എന്ന് ഞാൻ ആ അമേരിക്കൻ സുഹൃത്തിനോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പിന്നെ കുറെ പാട്ടുകൾ, ഈ പടപ്പാട്ടുകൾ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടുകൾ ഏകദേശം 90% പടപ്പാട്ടുകളായിരുന്നു ആദ്യകാലത്ത്. അത് പിന്നീടാണ് മൊയ്ൻകുട്ടി വൈദ്യന്റെ ഒക്കെ കാലത്താണ് പിന്നീട് ഒരു പ്രണയ ഗാനങ്ങളും ഒക്കെ ആയി മാറിയത്. ഇപ്പൊ പിന്നെ പ്രണയഗാനാണ് അധികമുള്ളത്, പടപ്പാട്ട് കുറവാണ്. ആ വീര്യം നിലനിർത്തിയത് ഈ 16ാം നൂറ്റാണ്ടിലെ വീര്യം നിലനിർത്തിയത് പടപ്പാട്ടുകളാണ്. അത് പിന്നീട് 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലൊക്കെ മാപ്പിളാർ ഉപയോഗിച്ചിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല. ഈ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അധികം ഹിന്ദുക്കൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊരു ആരോപണമുണ്ട്. അങ്ങനെയല്ല, ചരിത്രം അന്നത്തെ ബ്രിട്ടീഷുകാർ എഴുതുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ പാശ്ചാത്യർ എഴുതുന്ന മാറ്റ ചരിത്രമല്ല, മറ്റു തരത്തിലുള്ള ചരിത്രം ഇവിടെ ഉണ്ടായിരുന്നു. മറ്റേ കാശ്മീരിലുള്ള ചരിത്രം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, മൂഷകവയം ചരിത്രം എന്നൊക്കെ പറഞ്ഞ ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അതില് നമുക്ക് ലഭ്യമായിട്ടുള്ള ചരിത്രങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ചരിത്ര പുസ്തകമാണ് ഈ തുഖത്തുൽ മുജാഹിദീൻ. കാരണം ഇപ്പോൾ പാശ്ചാത്യ സെക്യുലറിസം അല്ല ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ഇന്ത്യൻ സെക്യുലറിസം? പാശ്ചാത്യമല്ല എന്ന് പറഞ്ഞാൽ പോരല്ലോ, ഇതെന്താണ് ഇതിനൊക്കെ? എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ സെക്യുലറിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്ന സെക്യുലറിസം എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെ സെക്യുലറിസമാണ്, മതസൗഹാർദ്ദം. ഗാന്ധിജി ഊന്നി പറഞ്ഞു തന്നൊരു കാര്യമാണ് മതസൗഹാർദ്ദം. അല്ലാതെ മതങ്ങളെല്ലാം വീട്ടിൽ പോയതുകൊണ്ട് ഞാൻ പറയുകയാണ്, കമ്മ്യൂണിസ്റ്റുകാർ മതങ്ങളൊക്കെ മോശമാണ്, അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സെക്യുലറിസം ഉണ്ടാവില്ല. സെക്യുലറിസം മതങ്ങൾ തമ്മിലുള്ള നല്ല ഇരിപ്പ്, നല്ല സൗഹാർദ്ദം, നല്ല സൗഹൃദം ഉണ്ടാവുമ്പോഴേ സെക്യുലറിസം ഉണ്ടാവും. അതിന്റെ മേലെ അല്ലാതെ മതവിശ്വാസികൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ മേലെ അല്ലാതെ ഒരു സെക്യുലറിസവും നിലനിൽക്കില്ല, ഇന്ത്യയിൽ നിലനിൽക്കില്ല. ഇപ്പൊ ഇംഗ്ലണ്ടിൽ സെക്യുലറിസം ഉണ്ടെന്ന് പറയുന്നു, അവിടെ പ്രൊട്ടസ്റ്റന്റ്സ് ആണ് മുഴുവനില്. പ്രൊട്ടസ്റ്റന്റ്സിനല്ലാതെ ഒരു ജോലിയും അവിടെ കിട്ടില്ല, വലിയ ജോലികളൊന്നും കിട്ടില്ല, ചെറിയ ജോലികളൊക്കെ കിട്ടും. പ്രൊട്ടസ്റ്റന്റ്സിന്റെ രാജ്യമാണ് ഇംഗ്ലണ്ട്. അവർക്ക് സെക്യുലറിസത്തിന്റെ പ്രശ്നമില്ല, സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതി. മറ്റു മതങ്ങളില്ലാത്തതുകൊണ്ട് അതിന്റെ സൗഹാർദ്ദത്തിന്റെ പ്രശ്നമില്ല. ഫ്രാൻസിൽ കാത്തലിക്സ് ആണ് മുഴുവനുള്ളത്. അമേരിക്കയിൽ കാത്തലിക്സും മറ്റേ പ്രൊട്ടസ്റ്റന്റ്സും പ്യൂരിറ്റൻസും പറയുന്നതൊക്കെ ഉണ്ടെങ്കിലും കാത്തലിക്സിന് ചാൻസ് കിട്ടൽ വളരെ കുറവാണ്. ചെറിയ സമുദായമാണ് അവിടുത്തെ കാത്തലിക്സ്. അങ്ങനെ അവർക്കൊക്കെ പ്രത്യേകമായിട്ട് ചില സമുദായങ്ങളുടെ വളരെ ശക്തമായിട്ടുള്ള നിലനിൽപ്പുള്ളതുകൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ ഒന്നും പ്രശ്നം അധികമില്ല. നമുക്ക് പക്ഷെ അതേ ഉണ്ട്. നമുക്ക് പല സമുദായങ്ങളുണ്ട്, പല മതങ്ങളുണ്ട്. ഈ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം വലിയ പ്രശ്നമാണ്. ആ സൗഹാർദ്ദം ഇല്ലെങ്കിൽ നിങ്ങൾ സെക്യുലറിസം എന്ന് കമ്മ്യൂണിസ്റ്റുകാരല്ല, കോൺഗ്രസുകാരല്ല, ആര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഗാന്ധിജിയുടെ അതിപ്രധാനമായ ഉൾക്കാഴ്ച മതസൗഹാർദ്ദമില്ലാതെ ഇവിടെ
മതേതരത്വോ അല്ലെങ്കിൽ സെക്യുലറിസോ, ഗാന്ധി സെക്യുലറിസം എന്നുള്ള വാക്കേ പറഞ്ഞിട്ടില്ല, മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതില്ലാതെ ഈ രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായമായിരുന്നു. അദ്ദേഹം അവസാനം വരെ അതിനുവേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. മത സമുദായങ്ങൾ തമ്മിലുള്ള വളരെ ഭീകരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടന്ന സമയത്ത് അവിടെ ശാന്തമാക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ ജീവൻ തന്നെ ബലികഴിക്കാൻ ഒരുങ്ങിപ്പോയി. ലക്ഷക്കണക്കിന് സൈനികന്മാർ വടക്കേ ഇന്ത്യയിൽ ചെയ്യാതെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ചെയ്യാൻ കഴിഞ്ഞാത്ത സാധനം ഗാന്ധിജി ഒരാൾ ഈ ബംഗാൾ പ്രദേശത്ത് ചെയ്തു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സൗഹാർദ്ദമാണ് പ്രധാനമായിട്ടും കണക്കാക്കിയെന്ന്. മതങ്ങൾ തമ്മിൽ പോരാടേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമുള്ളത് മുസ്ലിങ്ങൾ അത് സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല, സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ദൈവത്തിലേക്ക് പല മാർഗങ്ങളുണ്ട്, ദൈവത്തിലേക്ക് ഒരു മാർഗമല്ല. അതിനൊരു തത്വസംഹിത, ജൈനന്മാരുടെ ഒരു തത്വശാസ്ത്രമുണ്ട്, അനേകാന്തവാദം എന്ന് പറഞ്ഞു. സത്യത്തിലേക്ക്, ഗാന്ധിക്ക് സത്യമായിരുന്നു ദൈവം, സത്യത്തിലേക്ക് ദൈവത്തിലേക്ക് പല മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു മാർഗത്തിൽ കൂടി പോകുന്ന ആളെ മറ്റേ മാർഗത്തിൽ കൂടി പോകുന്ന ആൾ ചീത്ത പറയരുത്, ദ്രോഹിക്കരുത്, ചീത്ത പറയരുതെന്നല്ല, ഉപദ്രവിക്കരുത് എന്നുള്ള ഒരാശയം അംഗീകരിക്കാതെ ഇന്ത്യയിൽ സെക്യുലറിസം നിലനിൽക്കുകയില്ല. ഈ ഒരു ആശയം നിലനിന്നിരുന്നു നമ്മുടെ രാജ്യത്ത് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട സൂചനയാണ് ഈ തുവാത്തുൽ മുജാഹിദീൻ തമ്മിൽ യോജിച്ച് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ വളരെ വളരെ ശ്രദ്ധേയമായ രീതിയിലുണ്ടായ ഒരു വിജയം. ഇതിനെപ്പറ്റിയിട്ട് ഇവിടെ കോഴിക്കോട്ടുകാരനായിരുന്ന ഒരു ഖാസി മുഹമ്മദ്, അദ്ദേഹത്തിന് കൂടുതൽ ആളുകൾക്ക് പരിചയം ഉണ്ടാവുക മൊഹീദ്ദീൻ മാല എഴുതിയ ആൾ എന്നുള്ള എനിക്കാണ്. മൊഹീദ്ദീൻ മാല എഴുതിയത് അറബി മലയാളത്തിലാണ്. അറബി മലയാളത്തിൽ കിട്ടിയിട്ടുള്ള ആദ്യത്തെ കൃതി മൊഹീദ്ദീൻ മാലയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പേ തന്നെ അറബി മലയാളത്തിലുള്ള കാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഈ മൊഹീദ്ദീൻ മാല നാളെ വളരെ മെച്ചുറായിട്ടുള്ള, വളരെ വളർച്ചയെത്തിയിട്ടുള്ള ഒരു ഭാഷയാണ് സൂചിപ്പിക്കുന്നത്. അറബി മലയാളത്തിന്റെ ആദ്യകാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഷയെ സൂചിപ്പിക്കുന്നതാണ് മൊഹീദ്ദീൻ മാല. അത് രചിച്ച ആള് ഫത്തുൽ മുബീൻ എന്ന് പറഞ്ഞിട്ടൊരു അറബി കാവ്യം എഴുതിയിട്ടുണ്ട്, അറബിയിലുള്ള ഒരു കാവ്യം. അതിന്റെ പേര് ഫത്തുൽ മുബീൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിജയം എന്നാണ്. അത് പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് ഈ ചാലിയത്ത് പോർച്ചുഗീസുകാരുടെ ഒരു കോട്ടയുണ്ടായിരുന്നത് സാമൂതിരിയുടെ നാട്ടിലുള്ള കച്ചവടത്തിന് മുഴുവൻ കേടായി. സാമൂതിരിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ മലബാറിലെ സാമൂതിരി നാട്ടിലെ കച്ചവടത്തിന് നേരെ ഉയർത്തിയ ഒരു തോക്കായിരുന്നു ആ കോട്ട എന്നാണ് പറയപ്പെടുന്നത്. ആ കോട്ട തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ യുദ്ധം നടത്തേണ്ടി വന്നു. 1530 കോട്ട ഉണ്ടാക്കിയത്. അത് സാമൂതിരിയോ മറ്റേ പരപ്പനാട്ട് രാജാവിനെയും താനൂർ രാജാവിനെയും ഒക്കെ പണം കൊടുത്തു മറ്റേ പോർച്ചുഗീസുകാർ സ്വാധീനിച്ചതിന്റെ ശേഷം ഉണ്ടാക്കിയതാണ്. ഈ ചാലിയം പരപ്പനാട്ട് രാജാവിന്റെ സ്ഥലത്താണ്. അത് താനൂർ രാജാവ് പോർച്ചുഗീസുകാർക്ക് വേണ്ടുന്ന പരാജയത്തിന്റെ വക്കത്തെത്തി, പോർച്ചുഗീസുകാർ വിജയിക്കുമെന്നുള്ള ഘട്ടത്തിലെത്തി, പിന്നെയും വീണ്ടും ശക്തി സംഭരിച്ച് യോജിച്ച് യുദ്ധം ചെയ്ത് ജയിച്ചതിന്റെ കഥയാണ്. അങ്ങനെയുള്ള പലതും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോ പ്രധാനപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട് അതൊരു കാവ്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും ഇപ്പൊ ഞാൻ എത്രത്തോളം ഇവിടെയുള്ളവർക്ക് അറിയില്ല, ഈ മലപ്പുറത്തുകാരന്റെ വിചാരം മലപ്പുറത്ത് മാത്രമേ ഈ പ്രധാനപ്പെട്ട മുസ്ലിം കേന്ദ്രങ്ങളൊക്കെ ഉള്ളൂ എന്നാണ്. ഇവിടെ പയ്യന്നൂരടുത്ത് രാമന്തളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. രാമന്തളിയിൽ 17 ശ്രോതാക്കളുടെ ജാറം എന്ന് പറഞ്ഞ ജാറമുണ്ട്. ഞാൻ ഈ ജാറങ്ങളെ പറ്റി പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവിടെ പോയിരുന്നു. അവിടുത്തെ കഥ എന്താണെന്ന് വെച്ചാൽ രസമുള്ള പോർച്ചുഗീസുകാരെ പട്ടാളക്കാര് ആ രാമന്തളി കടൽ തീരത്ത്, അതായത് ഈ മറ്റേ ഇപ്പോ മറ്റേ പയ്യന്നൂരിന്ന് എത്താവുന്ന സ്ഥലമാണത്. കടപ്പുറത്ത് അവര് ഒരു മിലിറ്ററി ക്യാമ്പ് ഉണ്ടാക്കുകയും ആ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ പോർച്ചുഗീസുകാരുടെ അവസ്ഥ എന്തായിരുന്നു വെച്ചാൽ അവരുടെ വലിയ കപ്പൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയായിട്ടുള്ള ഈ പട്ടാളക്കാർക്ക് ഭക്ഷണമൊക്കെ കിട്ടാൻ വിഷമമാണ്. അപ്പൊ അവരെന്താ ഈ ഉള്ളിലേക്ക് കടന്നിട്ട് ആക്രമിച്ചിട്ട് അവർ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുവരും, ഭക്ഷണ സാധനങ്ങൾ പിടിച്ചുകൊണ്ടുവരും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തുകെട്ട പണികളൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള ഈ രാമന്തളിയിലുള്ള 17 മുസ്ലിങ്ങൾ മാപ്പിളമാർ തീരുമാനിക്കുകയാണ് ഇവരെ അകറ്റുവാൻ വേണ്ടി ഞങ്ങൾ ഷഹീദാവാൻ ഒരുക്കമാണ്, ഒരുതരം ജിഹാദ് മാതിരി.
നടത്താൻ ഒരുക്കമാണെന്ന് തീരുമാനിക്കുകയും അതിനൊരു മൂപ്പനുണ്ടായിരുന്നു. ആ മൂപ്പന്റെ കീഴിൽ 17 പേർ ഒരുങ്ങി പുറപ്പെട്ടു പോവുകയും ചെയ്തു. അവരുടെ പെണ്ണുങ്ങളെയൊക്കെ ഒരു പുഴയുണ്ട്, ആ പുഴ കടത്തി കുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഏർപ്പാടുകൾ ചെയ്തു. അങ്ങനെയാണ് ഷഹീദ് സാധാരണ ചെയ്ത് ഇവർ പോവുകയും അവർ എല്ലാവരും പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ അത് പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഒരു തെങ്ങ് കയറിയ ഒരാള് ഒരു കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പ്രകാശം കാണുന്നുണ്ട് എന്ന് പറയുകയും അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ആളുകൾ ചെന്ന് നോക്കിയപ്പോൾ ഈ 17 ശ്രോതാക്കൾ, വിശ്വാസം അനുസരിച്ച് 17 ശ്രോതാക്കളുടെയും ശവശരീരം തീരെ ഡിഗ്രേഡ് ചെയ്താൽ തീരെ അരിഞ്ഞു പോവാതെ അവിടെ ബാക്കിയായിരുന്നു എന്നാണ് കഥ. അത് ശരിയാണെന്ന് പറയാൻ വയ്യ. പക്ഷെ ഇത് ഈ 17 ശ്രോതാക്കളുടെ ഷഹീദായിട്ടുള്ളവരുടെ ശരീരമാണെന്ന് കാണുകയും അവരെ കൊണ്ടുവന്ന് ഇവിടെ ഈ ജാറത്തിൽ 17 ശ്രോതാക്കളുടെ ജാറത്തിൽ വെക്കുകയും ചെയ്തു. അതിനേക്കാളും രസമുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടിയ ഈ പ്രകാശം എന്ന് പറയുന്ന ഒരു സമയം അതായിരിക്കും. അതായത് അതിൻ്റെ ഉള്ളിൽ ഇവർ ഉപയോഗിച്ചിരുന്ന കുറേ വാളുകൾ കിട്ടി. ആ വാളും അവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ജാറത്തിന്റെ സമീപത്ത് തന്നെ വാളുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം വെടിയുണ്ടകൾ, അതായത് പോർച്ചുഗീസുകാർ ഇവരെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച പീരങ്കി വെടിയുണ്ടകളും ഉണ്ട്. നല്ല രസമായിട്ടുള്ള ഇതേമാതിരി സംഭവങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും നടന്നിട്ടുണ്ടാവും. ഇവർ മുഴുവൻ കൊല്ലപ്പെട്ടു. പക്ഷേ അവിടെ ഇവർക്ക് പോർച്ചുഗീസ് പട്ടാള ക്യാമ്പ് കുറച്ച് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നും അത് ഉണ്ടായിരുന്നുള്ളതിന് സംശയമില്ല. ഇതൊരു ചരിത്ര പുസ്തകത്തിലും കാണില്ല. ഇപ്പോൾ ഈ 1970 ഈ ചാലിയം കോട്ട നശിപ്പിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാർക്കെതിരായിട്ട് സാമൂതിരിയുടെ നായന്മാരും മാപ്പിളമാരും കൂടി പ്രവർത്തിച്ചത് 1570 ഇത് ഏകദേശം ആ കാലത്ത് തന്നെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക ഈ ഇവിടുത്തെ രാമന്തളിയിലെ ഈ സംഭവം. പക്ഷേ ഈ 1570 നടന്ന ചാലിയം കോട്ട പിടിക്കാനുള്ള ശ്രമം ചരിത്രത്തിലുണ്ടെങ്കിലും ഈ രാമന്തളിയിലെ സംഭവത്തിനെ പറ്റി ഒരു ചെറിയൊരു സൂചന മാത്രമേ ഇതിലുള്ളൂ. കാരണം അത് 17 ആളുടെ കാര്യമാണ്. മറ്റേത് കുറേ അധികം ആൾക്കാർ പങ്കെടുത്തിട്ടുള്ള സംഭവമാണ് എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം രേഖപ്പെടുത്തുന്ന ചരിത്രം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അതിലെ നല്ലൊരു ഭാഗം രേഖപ്പെടുത്തുന്ന ചരിത്രമാണ് ഇദ്ദേഹത്തിന്റെ. അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ള മുസ്ലിങ്ങളെ പോർച്ചുഗീസുകാർ ഉപദ്രവിച്ച് തരുന്നതിന്റെ കഥകളൊക്കെ വിവരിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും വായിച്ചാൽ ഗോണ്ടനോവോ ഒക്കെ അങ്ങേപ്പുറത്ത് നിൽക്കുന്ന തരത്തിലുള്ള പീഡനങ്ങളാണ് മുസ്ലിങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നത് എന്നാണ് ഇതിന്റെ സൂചന ഉള്ളത്. തുവത്തുൽ മുജാഹിദീൻ വായിച്ച അകാരണമായി ദണ്ഡിക്കുക, പരിഹസിക്കുക, അവമാനിക്കുക, ചെളിയും വെള്ളവുമുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ വാഹനമായിട്ട് ഉപയോഗിക്കുക, മുഖത്തും ശരീരത്തിലും കാർക്കിച്ചു തുപ്പുക, പ്രത്യേകിച്ച് ഹജ്ജ് യാത്ര മുടക്കുക, സ്വത്തുക്കൾ കൊള്ളയടിക്കുക, വാഹനങ്ങൾ പിടിച്ചെടുക്കുക, അതിഭീകരമായിട്ടുള്ള മർദ്ദനമാണ് പോർച്ചുഗീസുകാർ നടത്തിയിരുന്നത്. അതിന്റെ ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഷെയ്ഖ് സൈനുദ്ദീൻ വിദേശത്തുള്ള മുസ്ലിങ്ങളായിട്ടുള്ള നേതാക്കന്മാരോട്, സുൽത്താൻമാരോടും രാജാക്കന്മാരോടും ഒക്കെ ഇവിടെ വന്ന് പോർച്ചുഗീസുകാർക്കെതിരായി സഹായിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അവർ ചിലരൊക്കെ പുറപ്പെട്ടു വന്നു, പരാജയപ്പെട്ടു. ചിലരൊക്കെ പോർച്ചുഗീസുകാരന്റെ കാശ് വാങ്ങി മടങ്ങിപ്പോയി. അവസാനം ഇവിടെ ആരും എത്തിയില്ല. വാസ്തവത്തിൽ ഉണ്ടായത് സാമൂതിരിയുടെ സൈന്യങ്ങളും നായന്മാരും മാത്രമാണ് എന്നാണ് ഈ തുവത്തുൽ മുജാഹിദീൻ ഫത്ഹുൽ മുബീൻ പറയുന്നത്. ഇത് ഒരു ഘട്ടത്തിൽ ഞാൻ കോഴിക്കോട്ട് അബ്ദുൽ ചന്ദ്രികയുടെ എഡിറ്ററായിരുന്ന മങ്കട അബ്ദുൽ അസീസ് മൗലവി അത് അറബിയിൽ തന്നെ ചൊല്ലുന്നതും അതിന്റെ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നതും ഞാൻ ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന കുറച്ച് പേരിനെ ഇട്ടിട്ട് പറഞ്ഞു, ഇത് സാമൂതിരിനെ പുകഴ്ത്തുന്ന കാവ്യമാണ്, ഇത് ശരിയല്ല. എന്താണെന്ന് വെച്ചാൽ സാമൂതിരിയാണ് പിന്നീട് കുഞ്ഞാലി മരക്കാരെ പോർച്ചുഗീസുകാർക്ക് പിടിച്ചു കൊടുത്തത്. ഇവിടെ ഇയാൾ സമുദായം സൂചിപ്പിച്ചതുമായി അത് ഒറ്റപ്പെട്ട സംഭവമാണ്. സാമൂതിരി മുസ്ലിങ്ങളെ സഹായിച്ച സംഭവം എത്രയോ ഉണ്ട്. ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മാത്രമല്ല, അതിനുള്ള ചില കാരണങ്ങളുണ്ടായിരുന്നു. ഒരു രാജാവും പൊറപ്പിക്കാത്ത തരത്തിലുള്ള ഒരു അഹംഭാവം കാണിച്ചിട്ടുമുണ്ട്. ഈ അവസാനത്തെ കുഞ്ഞാലി മരക്കാർ 16-ാം നൂറ്റാണ്ടിലെ അവസാനത്തെ ഘട്ടത്തിലുള്ള 5ാമത്തെ കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി എന്നുള്ളൊരു സ്ഥാനപ്പേരാണ് കേട്ടോ, അതിന്റെ പേരല്ല. കുഞ്ഞാലി എന്ന സ്ഥാനം കൊടുക്കുന്നത് സാമൂതിരിയാണ്.
അദ്ദേഹം തന്റെ കോട്ട കെട്ടുകയും സാമൂതിരിയെ താൻ അനുസരിക്കുന്നില്ലാത്ത അവയ്ക്ക് സൂചിപ്പിക്കുന്ന വിധത്തിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ സാധാരണ നിലയിൽ ഏത് രാജാവും ചെയ്യുന്ന കാര്യമാണ് സാമൂതിരി ചെയ്തത്. സാമൂതിരിക്ക് തന്നെയായിട്ട് കുഞ്ഞാലിയെ പിടിക്കാൻ കഴിവുണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞാലിക്ക് സമുദ്രത്തിൽ പടയുണ്ട്, മറ്റേ നാവികസേനയുണ്ട്. സാമൂതിരിക്ക് നാവികസേന മുഴുവൻ മാപ്പിളമാരുടെ നാവികസേനയുള്ളൂ. അതുകൊണ്ട് ഈ കുഞ്ഞാലിയെ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോർച്ചുഗീസുകാരെ ആശ്രയിക്കേണ്ടി വന്നു എന്നുള്ളതൊന്നും ഓർക്കാതെ ഈ സാമൂതിരിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ. അങ്ങനെ ഈ പല കാര്യങ്ങളും പറഞ്ഞ് ഉണ്ടായിരുന്ന നമ്മുടെ മതസൗഹാർദ്ദത്തെ കൂടി നശിപ്പിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് സെക്യുലറിസം നിലനിൽക്കാൻ ഏതെങ്കിലും കുറെ പാർട്ടികൾ ഞങ്ങൾ സെക്യുലറാണെന്ന് പറഞ്ഞതുകൊണ്ടോ ഭരണഘടനയിൽ സെക്യുലർ എന്ന് എഴുതി വെച്ചുകൊണ്ടോ കഴിയില്ല. സംശയമില്ലാത്ത കാര്യമാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലും നല്ല ബോധവും നല്ല ബന്ധമുണ്ടാവണം. പരസ്പരം അവമാനിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ ഒഴിവാക്കണം. പരസ്പരം വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെ നടന്ന കുറെ കാലത്തിനെ പറ്റി, അതായത് പരസ്പരം ആശ്രയിച്ച് MGS അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അതിനൊരു പ്രത്യേക സിംബയോസിസ് എന്നൊരു പ്രത്യേക ടേം കൊടുക്കുന്നത് പരസ്പരാശ്രിതം എന്നുള്ള നിലയ്ക്കാണ്. അതായത് രാജാവിന് കച്ചവടക്കാരെയും ആവശ്യമുണ്ടായിരുന്നു, മുസ്ലിങ്ങളായിട്ടുള്ള കച്ചവടക്കാരെ ആവശ്യമുണ്ടായിരുന്നു, കച്ചവടക്കാർക്ക് രാജാവിനെ ആവശ്യമുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ രാജാവാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്, പള്ളി പണിയിച്ചു കൊടുക്കുന്നതും പള്ളിയിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്തവരെ സാമൂഹിക ശിക്ഷിച്ചിരുന്നു. അങ്ങനെയുള്ള രാജാവിന് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അത്രത്തോളം പരസ്പരാശ്രിതമായിട്ടുള്ള ഒരു സമുദായമായിരുന്നു, സിംബയോട്ടിക് ആയിട്ടുള്ള സമുദായമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ നിലയിൽ തന്നെ നിന്നാലേ ഇവിടെ സെക്യുലറിസം എന്ന് പറയുന്നത് പുലരുകയുള്ളൂ. ഇത് ഗാന്ധിജിയുടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു നിരീക്ഷണമാണ്. അതിനുവേണ്ടി അദ്ദേഹം ശ്രമിച്ചത് മുഴുവൻ പാർട്ടിഷൻ ഉണ്ടായ മറ്റേ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായപ്പോഴും അദ്ദേഹം അതിലുള്ള ആശ വിടാതെ പാകിസ്ഥാന് കൊടുക്കാനുള്ള കാശ് കൊടുക്കണമെന്ന് മരണം വരെ ഉപവാസം എന്ന് പറഞ്ഞ് ഗാന്ധി 2 പ്രാവശ്യറ്റി പറഞ്ഞിട്ടുള്ളൂ. ഇത് അതിലെ പ്രധാനപ്പെട്ട ഒരു ഉപവാസമായിരുന്നു മരണം വരെ ഉപവാസം. അന്ന് ഡൽഹിയിൽ മുഴുവൻ ഡെത്ത് ടു ഗാന്ധി, ഗാന്ധിയെ കൊല്ലണം എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ വിളിച്ചു പറഞ്ഞു നടന്നേനു. കാരണം ഇത് പാകിസ്ഥാനെ സഹായിക്കുന്നതാണ്. പാകിസ്ഥാനിൽ നിന്നും ധാരാളം ഹിന്ദുക്കളെ അവിടുന്ന് ദ്രോഹിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും ഗാന്ധിജി അനങ്ങാതെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുശേഷം പാകിസ്ഥാനിൽ പോയി അവരുടെ സൗഹാർദ്ദം ആണ്. ഈ സൗഹാർദ്ദത്തിൽ നിന്നല്ലാതെ സെക്യുലറിസം ഉണ്ടാവില്ല. അവരുടെ സൗഹാർദ്ദം, ഇന്ത്യയെ സംബന്ധിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണകൾ, ഇതൊരു ഹിന്ദു രാജ്യമാവാതിരിക്കാൻ സാധ്യതയുണ്ട്, അതിനുള്ള പ്രവർത്തനങ്ങൾ മുതലായി ആലോചിക്കുകയും അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത സമയത്താണ് ഒരു ഭീകരവാദി, ഒരു ഹിന്ദു ഭീകരവാദി എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ഭീകരവാദി ഇദ്ദേഹത്തെ കൊന്ന. യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല അതിന്റെ. അങ്ങനെയാണ് ഈ ഒരു സൗഹാർദ്ദത്തിന്റെ സന്ദേശം പകുതി വെച്ച് മുറിഞ്ഞു പോവുകയും ഇപ്പോഴും നമ്മൾ പാകിസ്ഥാനുമായി സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. സൗഹാർദ്ദം മുറിഞ്ഞു പോയാൽ പിന്നീട് അങ്ങോട്ട് യുദ്ധമേ ഉള്ളൂ. യുദ്ധത്തിന്റെ ശേഷം ഉണ്ടാകുന്ന സ്ഥിതി അതിഭീകരമാണ്. ഇന്നിപ്പോൾ നടക്കാവുന്ന പാകിസ്ഥാനിൽ എനിക്ക് സംസാരം ശരിയായില്ലെങ്കിൽ, സംഭാഷണം ശരിയായില്ലെങ്കിൽ യുദ്ധമേ ഉള്ളൂ എന്നുള്ള നിലയിൽ ആലോചിക്കുന്ന അത്രയെങ്കിലും ആളുണ്ട്. ഇത് ചില്ലറ പണിയല്ല. ഇന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് പഴയ യുദ്ധമല്ല, കുറെ ആളുകൾ മരിക്കുന്ന യുദ്ധമല്ല, രാജ്യങ്ങൾ രണ്ടും നശിക്കുന്ന യുദ്ധമാണ്. അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇവിടെയുള്ളവർ തമ്മിൽ സൗഹാർദ്ദം നിലനിർത്തുക. മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഇതൊരു ഉദാഹരണമായിട്ട് ഒരു സെക്യുലർ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 3 മതവിഭാഗങ്ങളും സാരമായ തോതിൽ നിലനിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉള്ള കാര്യമായ തോതിലുള്ള മുസ്ലിങ്ങൾ 25% അതിപ്പോൾ അടുത്ത സെൻസസിൽ ഏകദേശം 26-27 ആവുമെന്നാണ് തോന്നുന്നത്. ക്രിസ്ത്യാനികൾ 20% കഴിഞ്ഞ സെൻസസിൽ. ഈ 2011 ഒരു സെൻസസ് വരുന്നുണ്ട്, അതിലും കുറവ് അധികം. ബാക്കിയുള്ളവർ ഹിന്ദുക്കൾ എന്ന് പറയപ്പെടുന്ന പല ജാതികളിലായിട്ടുള്ളവരാണ്. ഈ 3 എണ്ണവും ഈ തോതിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ഇവർ തമ്മിലുള്ള യോജിപ്പില്ലെങ്കിൽ ഇവിടെ പരമദരിദ്രമാവും. എന്താണ് പറയുക, ഭീകരമായ വിഷമകരമായ ജീവിതം അസാധ്യമായ ഒരവസ്ഥയുണ്ടാവും.
അതിൻ്റെ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന പുസ്തകം എന്നുള്ള നിലയ്ക്ക്, ഈ ചരിത്ര പുസ്തകം എന്നുള്ള നിലയ്ക്ക് ഇതിനെ കാര്യമായി എടുക്കണം എന്ന് മാത്രമല്ല. വീട്ടിൽ ഇത്രയൊക്കെ ചരിത്രം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേറെ ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. ഞാൻ കുറെ കാലമായിട്ട് ഈ മാപ്പിളമാരെ പറ്റിയും മാപ്പിള പഠനങ്ങൾ നടത്തുകയും റബല്യനെ പറ്റി പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എൻ്റെ നാട്ടുകാർ ഹിന്ദുക്കൾ അധികവും എന്നെ മാപ്പിളയാണെന്നാണ് കണക്കാക്കാറ്. മാപ്പിളയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഹിന്ദുക്കൾ പലരും പരിഹസിച്ചും ആക്ഷേപിച്ചും എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ ഈയിടെ എൻ്റെ ഒരു മുസ്ലിം സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം മാപ്പിളയാണല്ലോ, നീ വേണമെങ്കിൽ ഹിന്ദുമതത്തിലേക്ക് വരാൻ കേട്ടോ, ഇവിടെ ഈ ആര്യ സമാജമൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. അത്രത്തോളം എന്നെ ഈ വിധത്തിൽ പരിഹാസിക്കുന്ന ഒരവസ്ഥ. അതാണ് പി ടി പറഞ്ഞത്, എനിക്ക് ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു പി ടിനോട്, ചില കാര്യങ്ങൾ ഈ സൗഹാർദ്ദം തകർക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നത് നിശ്ചയമായും നിയന്ത്രിക്കണം, നിശ്ചയമായിട്ടും നിയന്ത്രിക്കണം. എൻ്റെ നാട്ടിൽ ഞാൻ ഈ 2 ദിവസം മുമ്പേ കേട്ട ഒരു പ്രസംഗം, ഒരു മുസ്ലിം പ്രസംഗമാണ്, വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന പ്രസംഗമാണ്. ഗാന്ധിജി ആരാ ചെയ്തോന്ന് ഞാൻ പറയുന്നില്ല, ഇത് വിഭാഗം എന്ന് പറഞ്ഞു. ഗാന്ധിജി വളരെ നല്ലവനായിരുന്നു, പക്ഷേ അദ്ദേഹം സ്വർഗത്തിൽ പോവില്ല. എന്താ വെച്ചാൽ തൗഹീദില്ല. ഇത് ഗാന്ധിജിയെ പറ്റി വിവരമില്ലായ്മയാണ്. ഗാന്ധിജി ഒരു അമ്പലത്തിലും പോയിരുന്നില്ല, പല ദൈവങ്ങളെ ആരാധിച്ചിരുന്നില്ല. തൗഹീദില്ലാത്തതുകൊണ്ട് ഗാന്ധിജി എത്ര നല്ലവനാണെങ്കിലും അദ്ദേഹം സ്വർഗത്തിൽ പോയില്ല. ഈ മാതിരി പ്രസംഗങ്ങൾ അവസാനിപ്പിക്കണം. യാതൊരു സംശയമില്ലാതെ ഞങ്ങളുടെ മതം നല്ലതാണെന്ന് വിശ്വസിക്കാം, പക്ഷേ മറ്റു മതങ്ങളൊക്കെ മോശമാണ് എന്ന് വിശ്വസിക്കുന്ന അവരൊന്നും സ്വർഗത്തിൽ പോയില്ല എന്ന തരത്തിലുള്ള ഒരു വിശ്വാസം വെച്ചു പുലർത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു മതങ്ങളെ നോക്കുകയും ചെയ്യുന്നത് ഈ ഞാൻ പറഞ്ഞ സെക്യുലറിസ്റ്റിന്റെ അടിസ്ഥാനമായ സൗഹാർദ്ദം ഇല്ലാതാക്കും. ഇത് പരസ്യമായിട്ടുള്ള പ്രസംഗത്തിൽ ചെയ്യുന്ന അഭിപ്രായ പ്രകടനങ്ങളാണ്. പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് വിശ്വസിക്കും. അതുകൊണ്ട് ഈ ഗാന്ധിജിയെ പോലെ നല്ലതായിട്ടും കാര്യമില്ല, തൗഹീദിൽ വിശ്വസിക്കാം. ഗാന്ധിജിയെ പറ്റിയും വിവരമില്ലായ്മ വളരെയധികമുണ്ട്. ഗാന്ധി ഒരു ദൈവത്തിൽ ഞാൻ സത്യം എന്ന് മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഈ മാതിരിയുള്ള രീതികൾ. പിന്നെ മറ്റേ ഞാൻ പി ടിയോട് പറയുന്നു, എനിക്ക് മുസ്ലിങ്ങളെ കുറച്ച് വിമർശിക്കാനുള്ള ഒരു ലയൻസ് ഉണ്ട് എന്ന് പറയായിരുന്നു. ഇവിടെ പോകൂ, സ്ത്രീകൾ ഒരാളില്ല. ഇസ്ലാം മതം സ്ത്രീകളെ ഇങ്ങനെ വിലക്കിയിട്ടുണ്ടോ? ഒരൊറ്റ സ്ത്രീ ഇല്ലാത്ത വിധത്തിൽ യോഗങ്ങൾ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇവിടെ മറ്റേ കാസർഗോഡ് പോയിരുന്നു. അവിടുത്തെ മലിക് ദിനാർ ഉറൂസിനെ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. ഒരു ചരിത്ര സമ്മേളനം ഉണ്ടായിരുന്നു. അവിടെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, ഒറ്റ സ്ത്രീയില്ല. ഞാൻ പറഞ്ഞു, ഈ പുരുഷന്മാരുടെ മൂത്രപ്പുരയിൽ മാത്രമേ സ്ത്രീകൾ ഒട്ടുമില്ലാത്ത അവസ്ഥ ഉണ്ടാവുള്ളൂ, പിന്നെ മുസ്ലിങ്ങൾ നടത്തുന്ന യോഗങ്ങളിലും എന്തവസ്ഥയാണത്? ഇങ്ങനെ സ്ത്രീകളെ മാറ്റി നിർത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് എൻ്റെ ചില മുസ്ലിം സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, അത് കുട്ടികളെ നോക്കാനൊക്കെ ഉണ്ടാവും, എല്ലാ സ്ത്രീകളും കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന കുട്ടികളില്ലേ? ധാരാളം മുസ്ലിം സ്ത്രീകൾ പഠിക്കുന്ന കാലമാണിത്. അവർക്ക് ഈ മാതിരത്തെ കാര്യങ്ങൾ അറിയണമെന്നില്ലേ? അറിയണം താല്പര്യമുള്ള എത്രയോ പെൺകുട്ടികൾ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. പരപ്പനങ്ങാടിയിൽ മുസ്ലിങ്ങൾ അധികമുള്ള സ്ഥലമാണ്. പെൺകുട്ടികൾ വരാറുണ്ട്. പക്ഷെ അവർ യോഗത്തിലേക്കൊന്നും കടത്തില്ല, യോഗത്തിലേക്ക് അവരോട്ട് പോകില്ല, പേടിച്ചിട്ടായിരിക്കണം, പോകില്ല. അതൊക്കെ മാറ്റണം. മുസ്ലിം സ്ത്രീകളും ഹിന്ദു സ്ത്രീകളും തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവണം. മുസ്ലിം സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലും ഒരു യോഗത്തിലും പങ്കെടുക്കാൻ അവസരമില്ല എന്നുള്ള അവസ്ഥ മാറ്റണം. ഇതൊക്കെ സൗഹാർദ്ദത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് ഈ ശരീരം മുഴുവൻ മറച്ചു നടക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിന്റെ ഈ ബഹുമത സമൂഹത്തിലുണ്ടാകുന്ന ഒരു സൂചന, ഈ ശരീരം മുഴുവൻ മറച്ചവർ വളരെ പരിശുദ്ധകളും അങ്ങനെ അല്ലാതെ നടക്കുന്ന മറ്റു സമുദായത്തിലുള്ളവർ ഏതോ ഒരു വിധത്തിൽ കുറച്ച് അഴുക്കുള്ളവരുമാണെന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അത് എത്രത്തോളം സൗഹാർദ്ദത്തെ സഹായിക്കും നിങ്ങൾക്ക് ആലോചിക്കാവുന്ന. അപ്പം അത് നല്ലതാണ്. പക്ഷെ ഇസ്ലാം അത് അങ്ങനെ വിധിച്ചിട്ടൊന്നുമില്ല, വെറുതെ വിധിച്ചിട്ടൊന്നുമില്ല. പ്രോഫറ്റിന്റെ ചരിത്രം ഞാൻ നല്ലോണം പഠിച്ചിട്ടുള്ളതാണ്. പ്രോഫറ്റിനെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് സ്ത്രീകളാണ്. പ്രോഫറ്റിന്റെ മതത്തിൽ ആദ്യം ചേർന്നത് ഒരു സ്ത്രീയാണ്. ഇതൊക്കെ അറിയാമല്ലോ. എത്രയോ സ്ത്രീകൾ ആയിട്ട് വളരെ നല്ല സമ്പർക്കമുണ്ടായിരുന്ന ആളാണ് പ്രോഫറ്റ്. അദ്ദേഹം സ്ത്രീകൾക്ക് ആദ്യമായി, ലോകചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് മറ്റേ സമ്പത്തിന് അവകാശം കൊടുത്ത് ഇസ്ലാമാണ്. പുനർവിവാഹത്തിനുള്ള അവകാശം കൊടുത്ത ഇസ്ലാമാണ്. ഇങ്ങനെ സ്ത്രീകൾക്ക് വളരെ അനുകൂലമായ നിലപാട് പഴയകാലം മുതൽക്ക് ശരി. സമയത്തിന്റെ പ്രശ്നം വരുന്നുണ്ട്. അത് ഇവർ യോജിക്കാത്തതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തണം. മറ്റേ സ്വന്തം മതം നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നതിന് എതിര് പറയല്ല ഞാൻ. പക്ഷെ അതിന്റെ സമയത്ത് തന്നെ മാറ്റങ്ങൾ. ഞാൻ അതിന്റെ ഒരു ചരിത്രം കൂടി പറയാം, ഒരിത്തിരി കൂടി.
ഇപ്പോൾ മറ്റേ PT പറഞ്ഞല്ലോ, ഈ എല്ലാ ജ്ഞാനങ്ങളും ഇസ്ലാമിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു വെച്ചാൽ, ബാഗ്ദാദിൽ അരുൺ അൽ റഷീദൊക്കെ ഉണ്ടായിരുന്ന 7-ാം നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് കാലത്ത് ലോകത്തിലുള്ള എല്ലാ ജ്ഞാന പുസ്തകങ്ങളും അറബിയിലേക്ക് തർജ്ജമയിപ്പിച്ചിരുന്നു. എല്ലാ ജ്ഞാന പുസ്തകങ്ങളും, ആ ഗ്രീക്ക് പുസ്തകങ്ങൾ, റോമൻ പുസ്തകങ്ങൾ, ഇന്ത്യൻ പുസ്തകങ്ങൾ, ഈജിപ്ഷ്യൻ പുസ്തകങ്ങൾ, പഴയ ചൈനീസ് പുസ്തകങ്ങൾ, ഇതൊക്കെ അറബിയിലേക്ക് തർജ്ജമയിപ്പിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട പണ്ഡിതന്മാരുമായിട്ടുള്ള സംവാദങ്ങൾ നടന്നിരുന്നു. മുസ്ലിങ്ങളുമായിട്ടുള്ളവരും അങ്ങനെ അല്ലാത്തവരുമായിട്ടുള്ള സംവാദങ്ങൾ നടന്നിരുന്നു. ഇത് വലിയൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു. ബാഗ്ദാദ് അക്കാലത്തെ വലിയ തോതിലുള്ള സാംസ്കാരിക കേന്ദ്രമായിരുന്നു. ആ കേന്ദ്രം പിന്നീട് തകരുന്നത് ഈ ഒരു 300 കൊല്ലം ആ കേന്ദ്രം നിലനിന്നു. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ മറ്റേ ഇദ്ദേഹം പറഞ്ഞല്ലോ, എന്താണ് മറ്റേ മാത്തമാറ്റിക്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഉള്ള മുന്നേറ്റത്തെ പറ്റി പറഞ്ഞു. ചരിത്രത്തിലുള്ള മുന്നേറ്റത്തെ പറ്റി അദ്ദേഹം പറഞ്ഞില്ല. ഈ ഇബൻ ഖൽദൂൻ എന്ന മഹാപണ്ഡിതൻ രചിച്ച മുഖദ്ദിമയെപ്പോലെ ചരിത്രത്തെ പറ്റിയിട്ടുള്ള ഒരു ഗ്രന്ഥം ഇന്ന് ലോകത്തിലധികം ഇല്ല. മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ലഭ്യമായിട്ടുള്ള ബുക്കാണ്. വളരെ വളരെ വലിയ ബുക്കായതുകൊണ്ട് നമ്മളാരും വായിക്കാറില്ല. മുഖദ്ദിമയിൽ പറഞ്ഞ പല ആശയങ്ങളാണ് പിന്നീട് ടോയൻബീന്റെ പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആ ടോയൻബീന്റെ പുസ്തകത്തിനെ എല്ലാവർക്കും അറിയാം, പക്ഷേ മുഖദ്ദിമ അറിയുന്നത് വളരെ കുറവാണ്. മലയാളത്തിൽ കിട്ടിയിട്ടും അത് വായിച്ചിട്ടുള്ള എത്രത്തോളം ആളുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. വളരെ നല്ല ചരിത്രത്തിലുണ്ടായിട്ടുള്ള മറ്റേ ട്യൂസിഡൈറ്റിസിന്റെ ഒക്കെ കാലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണ്. മനുഷ്യന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട അഗാധമായിട്ടുള്ള പഠനമാണ് ഈ മുഖദ്ദിമയിലുള്ളത്. ഇതൊക്കെ ഉണ്ടായത് ഒരു 13-ാം നൂറ്റാണ്ട് ആ കാലത്താണ്. ഇതിന്റെ ഇടയിൽ 2-3 സംഭവങ്ങളുണ്ടായി. അതായത് ഒന്ന്, മംഗോളുകളുടെ ആക്രമണം. ഇപ്പോൾ മംഗോൾ ആദ്യം ചെങ്കിസ് ഖാനാണ് മംഗോളുകളുടെ നേതാവായിട്ട് വന്നത്. പലരും ഞാൻ കണ്ടിട്ടുണ്ട് ചെങ്കിസ് ഖാൻ മുസ്ലിമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെങ്കിസ് ഖാൻ കൊന്ന മാതിരി ആൾക്കാരെ കൊന്നവർ ലോക ചരിത്രത്തിൽ കുറവാണ്. ചെങ്കിസ് ഖാന്റെ ഈ മംഗോളുകൾ. ചെങ്കിസ് ഖാൻ ഒരു ബുദ്ധമതക്കാരനായിരുന്നു. ബുദ്ധമതം കൊല്ലുന്നതിന് ഏറ്റവും അധികം നിരോധിച്ച മതമാണ്. ഈ മതത്തിലുണ്ടാവുന്ന ചില മാറ്റങ്ങളാണ് ഇതൊക്കെ. ആ അധികാരത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയൊക്കെ വലിയ മാറ്റങ്ങൾ വരും. ചെങ്കിസ് ഖാൻ ബുദ്ധമതക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പലരും ഇസ്ലാം മതം സംബന്ധിച്ച് ചെങ്കിസ് ഖാൻ ഏകദേശം ഇതുവരെ വന്നുള്ളൂ. അന്നത്തെ റഷ്യ വരെ വന്നുള്ളൂ. റഷ്യ തകർത്തി. അവരുടെ ഈ ബംഗോൾ ഹോൾഡ് എന്ന് പറയുന്നത് റഷ്യ തകർത്തി, അത് തരിപ്പണമാക്കി. അതിന്റെ ശേഷം പിന്നീടുണ്ടായ മോസ്കോ എന്ന് പറഞ്ഞ നഗരമൊക്കെ പിന്നീട് ഉണ്ടായതാണ്. അതിന്റെ ശേഷമുള്ളവർ ഈ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഈ ബാഗ്ദാദ് വരെയുള്ള സ്ഥലങ്ങളെല്ലാം തരിപ്പണമാക്കി. ഈ വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളെല്ലാം തകർക്കപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 11-12 നൂറ്റാണ്ടിൽ, അതിന്റെ ഭാഗമല്ല ആ കാലത്ത് തന്നെയാണ് ഏകദേശം 11-12 നൂറ്റാണ്ടിൽ ഈ ക്രൂസൈഡ്സ് ഉണ്ടായത്. ഈ ക്രൂസൈഡ്സിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. മുസ്ലിങ്ങളുടെ കേന്ദ്രങ്ങൾ തകർക്കുവാൻ വിജയിച്ചില്ല, പക്ഷേ ഏതെങ്കിലും വളരെയധികം കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു വലിയ ജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നല്ല വിവരമുള്ള ആൾ തന്നെയായിരുന്നു ഇബ്നു തൈമിയ. ഈ വലിയ ഭീകരമായിട്ടുള്ള ആക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു പിന്നോട്ടടിയാണ് അദ്ദേഹം നടത്തുന്നത്. ഇബ്നു തൈമിയയെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കാം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും വേണ്ട നമുക്ക്. ഈ ഗ്രീക്ക് ജ്ഞാനവും വേണ്ട, ഇന്ത്യൻ ജ്ഞാനവും വേണ്ട, ഈജിപ്ഷ്യൻ ജ്ഞാനവും വേണ്ട, ഖുർആൻ മതി, ഖുർആൻ മാത്രം മതി. അതുകൊണ്ട് ഞാൻ അതിനെ ഒരു പിന്നോട്ടടിയായിട്ടാണ് കാണുന്നത്. ഈ ഇവര് ശേഖരിച്ചിരുന്ന, ബാഗ്ദാദിൽ ശേഖരിച്ചിരുന്ന ഈ വലിയ ജ്ഞാനശേഖരമാണ് അറബിയിൽ ഉണ്ടായിരുന്ന ആ ജ്ഞാനശേഖരമാണ് പിന്നീട് യൂറോപ്പിൽ കച്ചവടക്കാരിൽ കൂടിയൊക്കെ എത്തുന്നതും ഇറ്റലിയിലെത്തുന്നതും വളരെയധികം ഈ ഗ്രീക്ക് റോമൻ സംസ്കാരത്തെപ്പറ്റി പഠിക്കുവാൻ ഇടവരുത്തുന്നതും ഈ ഇപ്പോൾ PT സൂചിപ്പിച്ച മാതിരി ഒരു നവോത്ഥാനത്തിന് കാരണം. യൂറോപ്യൻ നവോത്ഥാനം എന്ന് പറയുന്നതിൽ ഇസ്ലാമിന്റെ കോൺട്രിബ്യൂഷൻ വളരെ ശക്തിയായിട്ടുണ്ട്. അത് ഇസ്ലാം ഇതൊക്കെ ഈ പഴയ പല നാഗരികതകളുടെയും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങൾ തർജ്ജമ ചെയ്ത് ശേഖരിക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്തൊക്കെ യൂറോപ്യൻസിന് കിട്ടുന്നതിൽ നിന്നാണ് അവിടുത്തെ യൂറോപ്യൻ നവോത്ഥാനം ഉണ്ടാകുന്നത്. യൂറോപ്യൻ നവോത്ഥാനത്തിൽ നിന്ന് മാത്രമാണ് ആധുനിക സംസ്കാരം ഉണ്ടായതെന്നും അതിനെല്ലാം യൂറോപ്യന്മാർ മാത്രമാണ് ഉത്തരവാദികളെന്നും പറയുന്നത് തെറ്റാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു പിന്നോട്ടടി ഉണ്ടായി. അതായത് ഞങ്ങൾക്കിതൊന്നും വേണ്ട,
മറ്റ് സംസ്കാരങ്ങളുടെ ജ്ഞാനം ഇന്ത്യൻ പുസ്തകങ്ങളോ റോമൻ പുസ്തകങ്ങളോ ഗ്രീക്ക് പുസ്തകങ്ങളോ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഖുർആൻ മാത്രം മതി എന്നുള്ള ഒരു ഡിഫെൻസീവ് ആവാൻ, രക്ഷിക്കൽ, ഞങ്ങളുടെ പുസ്തകവും ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾ രക്ഷിക്കുന്നു, ഞങ്ങൾക്ക് മറ്റ് ജ്ഞാനങ്ങളൊന്നും വേണ്ട എന്നുള്ളതിലേക്ക് ഇബ്നു തൈമിയ്യയുടെ ഏത് ഗ്രന്ഥം വായിച്ചാലും മനസ്സിലാവും. പിന്നീട് അത് ഒരു ധാരയായി, ആ ചിന്ത ഒരു ധാരയായി നിലനിൽക്കുകയും 19-ാം നൂറ്റാണ്ടിൽ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ വഹാബിസത്തിന്റെ ആരംഭ നേതാവായി കണക്കാക്കപ്പെടുന്ന വഹാബിന്റെ ജ്ഞാനവും ഇതുതന്നെയായിരുന്നു. ഈ മറ്റേ ഖുർആനിലേക്ക് എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്, ബാക്കിയെല്ലാം തെറ്റാണ്, ബാക്കിയെല്ലാം തെറ്റ്, ഇത് മാത്രം ശരി എന്നുള്ള ഒരാശയത്തിലേക്ക് വരികയും അദ്ദേഹം ചില രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ സൗദി അറേബ്യനെ ഏകദേശം സൗദി കുടുംബവുമായിട്ട് ബന്ധപ്പെടുക തന്നെ ചെയ്യുന്നുണ്ട്, വിവാഹം മുഖേന ബന്ധപ്പെടുകയും പിന്നീട് അത് സൗദി അറേബ്യയുടെ ഒരു വിശ്വാസമായി മാറുകയും ലോകത്തിൽ മുഴുവൻ മുസ്ലിംസിനെ വളരെയധികം സ്വാധീനിക്കും. അത് വളരെ ശരിയായിട്ടുള്ളൊരു നിലപാടല്ല. ഇസ്ലാം വളരെയധികം മറ്റ് സംസ്കാരങ്ങളുമായി ഇടപഴകിയിരുന്നാണ്. ഒരു സംസ്കാരവും ഒറ്റയ്ക്ക് വളരുകയില്ല. ലോകചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പാഠമാണത്. പല സംസ്കാരങ്ങളുമായി ഇടപഴകുമ്പോഴാണ് ഒരു സംസ്കാരം അതിൻ്റെ മേന്മയിലേക്ക് ഉയരുന്നത്, കൂടുതൽ പുഷ്പിക്കുന്നത്, നാഗരികതയായിത്തീരുന്നത്. സംസ്കാരം നാഗരികതയായിത്തീരുന്നത് പല സംസ്കാരങ്ങളുമായി യോജിക്കുകയും അതിനുമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും സംവാദങ്ങൾ നടക്കുകയും സ്വീകരിക്കുകയും തള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് വലിയ നാഗരികതകൾ ഉണ്ടാകുന്നത്. ആ വലിയ നാഗരികതകൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിനുണ്ടായിരുന്നു. പിന്നീട് മറ്റ് സംസ്കാരങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ഞങ്ങൾ മാത്രം, ഞങ്ങളുടെ മതം മാത്രം, ഇതിൽ പറഞ്ഞ മാത്രം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ പി.ടി. പറഞ്ഞ കാര്യം, എനിക്ക് ഒത്തിരി ലൈസൻസ് ഉണ്ട് എന്നുള്ളതാണ്. മുസ്ലിമുകളുടെ ചില രീതികൾ, മാറ്റങ്ങൾ, കൺസർവേറ്റീവ് ആവരുത്, മാറ്റങ്ങൾ വരുത്തണം. പല ജ്ഞാനങ്ങളും പല ആലോചനാ രീതികളും പല ഗവേഷണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മറ്റേ മുഖദിമ മാതിരിയുള്ളൊരു സാധനം മറ്റേ മുസ്ലിം ലോകത്തുനിന്ന് വന്നാണ്. പലതരത്തിലുള്ള ആലോചനകളെയും ആവാഹിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു കൃതിയാണ്. അല്ലാണ്ട് ഒരാൾക്ക് മാത്രമായിട്ടൊരു ഗ്രന്ഥം എഴുതാൻ കഴിയില്ല. അങ്ങനത്തെ എല്ലാ ജ്ഞാനവും പല സംസ്കാരങ്ങളും യോജിച്ച് അതിനെപ്പറ്റി ആലോചിച്ച് അങ്ങനെ ഉണ്ടാവുന്നതാണ്. ലോകത്തിൽ സംസ്കാരങ്ങൾക്കൊരു അനുസ്യൂതിയുണ്ട്, ഒരു തുടർച്ചയുണ്ട്. ആ തുടർച്ച വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അതിൽ ഞങ്ങൾ ഉള്ള ഈ ഒരു മതത്തിന്റെ സംസ്കാരം മാത്രമാണ്, ജ്ഞാനം മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുമ്പോൾ ആ സംസ്കാരത്തിന് തന്നെയാണ് ക്ഷീണം തട്ടുന്നത്. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു സംസ്കാരവും മെച്ചപ്പെടുന്നില്ല. മെച്ചപ്പെടുന്ന എപ്പോഴും പല സംസ്കാരങ്ങളുമായി. അതിനുള്ള ഏറ്റവും നല്ല അവസരമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ പല സംസ്കാരങ്ങളുണ്ട്, വളരെ പഴക്കമുള്ള സംസ്കാരങ്ങളുണ്ട്. മറ്റേ ഏകദൈവ, പലരുടെയും ധാരണ ഈ ഹിന്ദു മതത്തിന് ഏകദൈവ വിശ്വാസമല്ല, ബഹുദൈവ വിശ്വാസമാണെന്ന്. അങ്ങനെയല്ല. ഏകദൈവ വിശ്വാസം ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസമാണ്. മറ്റ് ദൈവങ്ങളിനെയൊക്കെ ആരാധിക്കുന്നത് അജ്ഞത കൊണ്ടാണെന്നും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ദൈവവും ഒരു ശക്തിയും ആണുള്ളതെന്നും, ഹിന്ദുക്കൾ ആരെങ്കിലും ഒന്ന് കാലുകൊണ്ട് ചവിട്ടിപ്പോയാൽ തൊട്ടുകല്ലിലേക്കുന്ന എന്താ? എല്ലാ മനുഷ്യരിലും ദൈവികതയുണ്ട്, എല്ലാ മനുഷ്യരും ദൈവാംശമുള്ളവരാണ് എന്നുള്ള സങ്കല്പം കൊണ്ടാണ്. ആ ദൈവം ഒന്നാണ്. ഇങ്ങനെ മറ്റ് മതങ്ങളെപ്പറ്റി പഠിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. അല്ല ഞങ്ങളുടെ മതം മാത്രം മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതിന് പല വളർച്ചയ്ക്കുള്ള സാധ്യതകൾ ചുരുങ്ങും. അതുകൊണ്ട് കുറെ കൂടി സ്ത്രീകളെ ഈ മാതിരി ചർച്ചകൾ, വിദ്യാർത്ഥിനികൾ എത്രയോ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന, ഞാൻ 2 ദിവസമായിട്ട് ഈ കഴിഞ്ഞ ആഴ്ച ചേളാരിയിൽ പോയിരുന്നു, മറ്റേ വേങ്ങരയിൽ പോയിരുന്നു. അവിടെ ഒരു 300-400 വിദ്യാർത്ഥിനികൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. പലതരത്തിലുള്ള, ഞാൻ ആലോചിക്കുകയും ചെയ്യാത്ത ചരിത്രത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അവർക്ക് ജ്ഞാനത്തിൽ താല്പര്യമുണ്ട്. അതുമാതിരി ചാലിയത്ത് പോയിരുന്നു, അവിടെയും ഇതുമായി തന്നെ പല വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു, ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അവർക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട്. ഇതിനൊക്കെ പലതും അറിയാൻ ആഗ്രഹമുണ്ട്. എൻ്റെ വീട്ടിലും ഞാൻ പറഞ്ഞാലോ പല സ്ത്രീകളും വരാറുണ്ട്, അവർ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്, പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പുസ്തകങ്ങൾ ധാരാളമായിട്ട് വായിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഇല്ലെങ്കിലും ഹിന്ദു സമുദായത്തിലായാലും വേണ്ടില്ല, മുസ്ലിം സമുദായത്തിലായാലും വേണ്ടില്ല,
മതപരമായിട്ടുള്ള ജ്ഞാനം, പുസ്തകങ്ങൾ അധികം വായിക്കുന്നത്. ഇപ്പോൾ രാമായണവും മഹാഭാരതവും വായിക്കുന്നത് ഹിന്ദു മതത്തിൽ സ്ത്രീകളാണ്. ഖുർആൻ ഏറ്റവും അധികം വായിക്കുന്നത് ഇസ്ലാമിൽ സ്ത്രീകളാണ്. അവർക്കറിയുന്ന മാതിരി മുസ്ലിങ്ങൾ പുരുഷന്മാർക്ക് 100,000 പണിയായിട്ട് നടക്കുന്ന പുരുഷന്മാർക്ക് അറിയോ സംശയമാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തെ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റ്, ഒരു സൗഹാർദ്ദത്തിന്റെ സ്പിരിറ്റ്, ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ നേടാവുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സ്പിരിറ്റ് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദേശങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള ആശയപരമായ ആക്രമണങ്ങളെ നേരിടുവാൻ സൗഹാർദ്ദത്തിലൂടെ, സംവാദത്തിലൂടെ, ഒത്തൊരുമയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളൊരു സ്പിരിറ്റാണ് ഈ തുഖത്തുൽ മുജാഹിദീനുള്ളത്. ഇത് ഏറ്റവും ഭംഗിയായി തർജ്ജമ ചെയ്ത ഹംസയെ ഞാനിപ്പോഴാണ് കാണുന്നത്, ഞാൻ ഇതിനു കണ്ടിട്ടില്ല. അതിസുന്ദരമായിട്ടുള്ള തർജ്ജമയാണ് മലയാളത്തിലുള്ളത്. ഇതിൻ്റെ ഒരു സ്പിരിറ്റ് ഈ വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ പുസ്തകത്തെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥമായി, സത്യസന്ധമായിട്ടുള്ള ചരിത്രമാണിത്. ഹിന്ദുക്കളെ പറ്റി പറയുമ്പോൾ എന്തെങ്കിലും വിധത്തിലുള്ള ഹിന്ദുക്കളുടെ ആചാരങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് തെറ്റായതാണെന്ന് സൂചിപ്പിക്കുന്ന ഒന്നുമില്ല. ബഹുഭാര്യത്വത്തെപ്പറ്റി പറയുന്നുണ്ട്, സംബന്ധത്തെപ്പറ്റി പറയുന്നുണ്ട്. അതിലൊക്കെ വളരെ കൃത്യമായിട്ട് ഒട്ടും ഇകഴ്ത്താതെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഇദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. കൃത്യമായി ഒരു ചരിത്രകാരന്റെ വളരെ നിഷ്പക്ഷമായ ഒരു എഴുത്തിന്റെ രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ ചരിത്രം എഴുതുന്നവർക്ക് സ്വീകരിക്കാവുന്ന രീതിയാണ്. മുഖദിമ്മയുടെയൊക്കെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് അത് വായിക്കുമ്പോഴും അത് ഉൾക്കൊള്ളുമ്പോഴും ഇന്ന് വായിക്കുമ്പോൾ സൗഹാർദ്ദത്തിന്റെ ഒരു സാഹചര്യം നമ്മളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള ശ്രമവും ഉണ്ടായാൽ അത് മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പരിപാടിയിലൊന്ന് സംബന്ധിക്കുക എന്ന താല്പര്യത്തോടുകൂടി മാത്രമാണ് വന്നത്. കാരണം തുഖത്തുൽ മുജാഹിദീന്റെ തർജ്ജമ നിർവഹിച്ച ആള് എന്ന നിലയ്ക്ക് അത് സംബന്ധമായ ഒരു സെമിനാർ നടക്കുമ്പോൾ അതിലൊരു സാന്നിധ്യം നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. വളരെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ തുഖത്തുൽ മുജാഹിദിനെ പറ്റി മാത്രമല്ല, ഏത് ഗ്രന്ഥത്തെ സംബന്ധിച്ച് നമ്മൾ സമീപിക്കുമ്പോഴും അതുപോലെ ഏത് സംഭവത്തെ സമീപിക്കുമ്പോഴും ഒരു സമഗ്രത വേണം. ഷെയ്ഖ് സൈനുദ്ദീനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സാമ്രാജ്യത്വത്തിനെതിരായ സമരം നടത്താനുള്ള ആവേശവും അതിനുള്ള വീര്യമൊക്കെ കണ്ടിട്ടുള്ള നൽകിയിട്ടുള്ള പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ച് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് സൈനുദ്ദീൻ ഒരു സുന്നി പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഒരു തരീഖത്തിന്റെ ഒരു ഗുരു കൂടിയായിരുന്നു. ഖാദിരിയ തരീഖത്തിന്റെ ഗുരുവൊക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പശ്ചാത്തലം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം അദ്ദേഹത്തിന്റെ സംഭാവനയെ വിലയിരുത്താൻ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും പല സംഭവത്തെയും എല്ലാ സംഭവങ്ങൾക്കും തമ്മിലുള്ള ബന്ധം പലപ്പോഴും കാണാറില്ല. മുമ്പ് ഈ ഒരു സൂഫി കഥയിൽ പറയാറുണ്ട്. ഒരിക്കല് ഒരാൾ മോഷണം നടത്താൻ പോയി. അയാള് വീടിന്റെ മുകളിൽ കയറിയിട്ട് അങ്ങനെ വീടിന്റെ മുകളിൽ കയറിയപ്പോൾ ജനൽ പൊളിഞ്ഞ അയാൾ വീണുകയും നേരം വെളുക്കുമ്പോൾ വീട്ടുകാരൻ അത് നോക്കുമ്പോ ഒരാളുണ്ട് കാലൊക്കെ ഒടിഞ്ഞിട്ട് അവിടെ കിടക്കണം. എന്താ നിങ്ങളിവിടെ കിടക്കണമെന്ന് ചോദിച്ചു. ഞാനിവിടെ കിടക്കണോ, ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ്. അതെന്താ കേസ് കൊടുത്ത്? നിങ്ങൾ ജനൽ മര്യാദക്ക് വെക്കാത്തതുകൊണ്ടല്ലേ ഞാൻ വീണത്, എന്റെ കാലൊക്കെ ഒടിഞ്ഞത്. എനിക്കെതിരെ കേസ് കൊടുക്കാം. കേസ് കൊടുത്തു. കേസ് കൊടുത്ത് കോടതിയിൽ ഇയാളെ കൊണ്ടത്. ഇയാൾ പറഞ്ഞു, ഞാനേ ഒരു വീട്ടിലേക്ക് കയറിയ സമയത്ത് ജനല് അയാളെ നേരെ വെക്കാത്തതുകൊണ്ട് ഞാൻ വീണ് എന്റെ കാലൊക്കെ ഒടിഞ്ഞിരിക്കും, അതിനെനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. അപ്പൊ വീട്ടിന്റെ ഉടമയെ കൊണ്ടുവന്നപ്പോൾ ഉടമ പറഞ്ഞു, അതിന് ജനൽ വെച്ച് ഞാനല്ലല്ലോ നഷ്ടപരിഹാരം തരാൻ, ജനൽ വെച്ചത് ആശാരിയല്ലേ, എന്നാ ആശാരിനെ കൊണ്ടിരുന്നു. ആശാരി പറഞ്ഞു, ഞാൻ ജനൽ വെച്ചത് ഞാനല്ല, ജനൽ ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് വെച്ചത് വണ്ണാനല്ലേ, കൽപ്പണിക്കാരനല്ലേ, എന്നാ കൽപ്പണിക്കാരനെ കൊണ്ടുവരുന്നതാണ്. കൽപ്പണിക്കാരനെ കൊണ്ടുവന്നു. കൽപ്പണിക്കാരൻ പറഞ്ഞു, ഞാന് അങ്ങനെ ജനൽ വെക്കുമ്പോൾ പേക്കാറില്ല സാധാരണ. അന്ന് ജനൽ വെക്കണ സമയത്ത് ഒരു സ്ത്രീ അതിലെ പോയി, അവളെ നോക്കിയപ്പോ അങ്ങനെ പേച്ചു പോയതാവും പറഞ്ഞു. എന്നാ സ്ത്രീയെ കൊണ്ടുവരുന്ന പറഞ്ഞു. സ്ത്രീയെ കൊണ്ടുവന്നപ്പോ സ്ത്രീ പറഞ്ഞു, ഞാൻ സാധാരണ അങ്ങനെ പോകുമ്പോ ആരും ഇന്നെ അങ്ങനെ നോക്കാറില്ല, അന്ന് ഞാൻ നല്ല ചൊറുക്കുള്ള ഒരു മക്കനെട്ടിയിരുന്നു, അതുകൊണ്ട് നോക്കിയതാവും പറഞ്ഞു. എന്നാ മക്കനക്ക് ഡൈ കൊടുത്ത ആളെ കൊണ്ടിരുന്നു പറഞ്ഞു, ചായം കൊടുത്ത ആളെ കൊണ്ടിരുന്നു പറഞ്ഞു. അയാളെ കൊണ്ടുവന്നപ്പോ അത് ഈ വീണെടുക്കുന്ന ആൾ തന്നെയാണ്. അപ്പൊ ഞാനത് പറയാൻ കാരണം എന്താ അറിയോ, ഈ സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധം ശ്രദ്ധിക്കാതെ ഏതെങ്കിലും ഒരു സംഭവത്തെ വേർപെടുത്തി കാണാൻ പറ്റൂല. അപ്പൊ തുഖത്തുൽ മുജാഹിദിനെ പറ്റി കാണുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കാണണം. അദ്ദേഹത്തിന് സാധിച്ചത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നും കൂടെ കാണുന്നവർ.
അപ്പോൾ അദ്ദേഹത്തിന്റെ ആധ്യാത്മികത, അതും അതുപോലെ അദ്ദേഹത്തിന്റെ ചിന്താസരണി, അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര സരണി, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഷെയ്ഖ് സൈനുദ്ദീനെ ഉൾക്കൊള്ളുമ്പോഴാണ് സമഗ്രമായ പൂർണ്ണമായ ഒരു ഉൾക്കൊള്ളലാവുള്ളൂ. ഒരു ഭാഗത്ത് അത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ സംഭവം കാണുമ്പോൾ ഇതും കൂടെ കാണണം. എന്തുകൊണ്ടാണ് ഈ പോർച്ചുഗീസുകാർക്ക് എതിരെയുള്ള സമരം ഇവിടെ നടക്കേണ്ടി വന്നത്? പോർച്ചുഗീസുകാരും മനുഷ്യന്മാരല്ലേ, യൂറോപ്യന്മാരും മനുഷ്യന്മാരല്ലേ, നമ്മളെല്ലാ മനുഷ്യന്മാരും മനുഷ്യന്മാരായിട്ട് കാണാനല്ലേ? മനുഷ്യരെല്ലാവരും മനുഷ്യരെന്നെ. അത് യൂറോപ്യനായാലും ഇന്ത്യനായാലും അങ്ങനെ ഒരു കാഴ്ച. പിന്നെ നമ്മൾ ഒരു പ്രദേശത്തുകാർ തമ്മിലൊരു അടുപ്പുണ്ടാവും, അതേപോലെ ഒരു സംസ്ഥാനത്തിലുള്ളവർ തമ്മിലൊരു അടുപ്പുണ്ടാവും, അതുപോലെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാർ ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് പരസ്പരം അടുപ്പുണ്ടാവും. എന്ന് വെച്ചാലും അതിന്റെ അപ്പുറത്ത് പോയാൽ ലോകത്ത് എല്ലാവരും മനുഷ്യന്മാരെന്നെ. പോർച്ചുഗീസുകാരും കൂടെ വരാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചു. പിന്നെ 1453 അപ്പൊ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചു പിടിച്ചപ്പോഴേ അവരെ കയ്യിലാ പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ ഉള്ളത്. ആ വഴിക്ക് വേണം നമ്മളെ നാട്ടിൽ നിന്ന് മലബാറിന്ന് കിട്ടേണ്ട കുരുമുളക്, ഏലം, പിന്നെ അതുപോലെ കറുകപ്പട്ട, ഈ സാധനങ്ങളൊക്കെ യൂറോപ്യന്മാരുടെ ജീവിതത്തെ അനിവാര്യ ഘടകങ്ങളാണ്. അവർക്ക് സൗന്ദര്യ വസ്തുക്കൾ ഉണ്ടാക്കാനും അവർക്ക് പിന്നെ മരുന്നിനും ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കാനൊക്കെ ഇത് കിട്ടണം. ഇത് കിട്ടാനുള്ള സാധ്യത ഇല്ലാതായി. സ്വാഭാവികമായിട്ടും കിട്ടാനുള്ള വഴി ഒരു നോക്കുമല്ലോ. അങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള പിന്നെ ഇംഗ്ലണ്ടും പിന്നെ ഫ്രാൻസും ഈ പോർച്ചുഗലും സ്പെയിനും ഒക്കെ കൂടിയിട്ട് ആലോചിച്ചത് എങ്ങനെയിപ്പോ നമുക്ക് മലബാറിൽ എത്താനുള്ള വഴിയെന്ന്. ഈ വഴി ആലോചിച്ചപ്പോഴാണ് അങ്ങനെയാണ് അതിനെ തുടർന്നാണ് പിന്നെ രാജാക്കന്മാരൊക്കെ പോകുന്നവർക്ക് ഏത് സാഹസികന്മാർക്കും എന്ത് ചെലവും വഹിക്കാൻ തയ്യാറായപ്പോൾ പോർച്ചുഗലിലെ രാജാവിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി വാസ്കോ ഡി ഗാമ അങ്ങോട്ട് വരിക ചെയ്യുന്നത്. അയാളെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഭയങ്കരനാണ്. അതും നമ്മൾ കാണണ്ടേ. വാസ്കോ ഡി ഗാമ പറഞ്ഞാൽ 317 ദിവസം കപ്പലില്, അന്നത്തെ കപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ, 317 ദിവസം കപ്പൽ യാത്ര ചെയ്ത് അതിസാഹസികൻ. അദ്ദേഹത്തിന്റെ സാഹസികതയും ഒരു മനുഷ്യന്റെ സാഹസികത എന്നുള്ളതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ അദ്ദേഹം ഈ സാഹസികം, ഞാനൊക്കെ അന്തമാൻ ദ്വീപിൽ പോയിട്ടുണ്ട് കപ്പലിലൊരിക്കൽ. 2 ദിവസം മുഴുവൻ കപ്പലിരുന്നപ്പോഴൊക്കെ മടുത്തിട്ട് വിഷമിച്ച് ഇതൊന്ന് കര കണ്ടെങ്കിൽ ആലോചിച്ച ആളാണ്. അതേ സമയത്ത് ഈ ഇരുത്താണ് 313 ദിവസം ഇയാൾ ഇരിക്കണതേ. അത്തരം പോർച്ചുഗീസുകാരെ ഇങ്ങോട്ട് വന്നതും ഈ സംഭവങ്ങൾ ഉണ്ടായതൊക്കെ തമ്മിലുള്ള ബന്ധം കണ്ടുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ സോളിഡാരിറ്റി തുഹഫത്തുൽ മുജാഹിദിന്റെ സമകാലിക വായന എന്നുള്ള ടൈറ്റിൽ വെച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം പിന്നെ തുഹഫത്തുൽ മുജാഹിദിന്റെ സമകാലിക തുഹഫത്തുൽ മുജാഹിദീൻ ഞാൻ തർജ്ജമ ചെയ്ത് അന്ന് വായിച്ചതാ. പിന്നെ എനിക്കതായാലും വായിക്കേണ്ടിണ്ടാവില്ലല്ലോ, ഏറെക്കുറെയൊക്കെ മനസ്സിലുണ്ട്. അപ്പോ അന്ന് വായിച്ചതാ. അപ്പൊ ഇന്നിപ്പോ ഇത് വായിക്കാൻ സമകാലികമായിട്ട് എന്താ അതിന്റെ ആ നിലക്കുള്ള ഒരു പ്രസക്തി എന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല. ഇന്നത്തെ ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാല് നമ്മൾ ആധുനിക നാഗരികതയുടെ സംഭാവന, ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭാവന, ആ സംഭാവന നാഗരികത സംഭാവന ചെയ്യുന്നതിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവും. അത് ജാതി മത പിന്നെ ഈ പാശ്ചാത്യ പൗരസ്ത്യ വ്യത്യാസമില്ലാതെ എല്ലാവരും ആധുനിക നാഗരികത സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ചവരാ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൗതിക പുരോഗതി 1, 2 ജനാധിപത്യ ബോധം. ഭൗതിക പുരോഗതി, ജനാധിപത്യ ബോധം, ഈ 2 സംഭാവനയും ആധുനിക നാഗരികതയുടെ ഇന്ന് ലോകത്തിന് കിട്ടിയിട്ടുള്ള സംഭാവനയാണ്. ഈ ജനാധിപത്യ ബോധം എല്ലാവർക്കും ഉണ്ടാവുമ്പോഴേ ആ ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ഇന്ന് വേണ്ടത്. ഇന്ന് സായുധമായിട്ടുള്ള ഒരു പ്രതിരോധത്തിനോ അതല്ലെങ്കിൽ സായുധമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനോ പ്രസക്തിയില്ല. കാരണം കാലം അങ്ങനെയാണ്. ഇന്നത്തെ കാലം പണ്ടത്തെ കാലത്ത് പ്രതിരോധ രീതി ഇന്ന് പറ്റൂല. അപ്പൊ ഞാൻ നാളെ പിന്നെ ഇവിടെ എറണാകുളത്തെ ഈ കർബല യുദ്ധത്തിന്റെ ഒരു വാർഷിക പരിപാടിയിൽ സംബന്ധിക്കാൻ പോയി എറണാകുളത്ത്. അതിൽ പങ്കെടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ ഉള്ള കാശ്മീരികളും പിന്നെ എല്ലാവരും അവിടെ കൂടിയിട്ടുള്ള ഒരു ഷിയാക്കളാണ്, അവരാണ് സംഘടിപ്പിച്ചത്. അങ്ങനെ അതിൽ ഞാൻ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഇന്നത്തെ കാലത്താണ് ഈ കർബല ഉണ്ടാവില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു മൊബൈൽ ഉണ്ടായാൽ മതി. കർബല ഉണ്ടായത് എന്തുകൊണ്ടാണ് കർബല സംഭവം? പിന്നെ ഇമാം ഹുസൈൻ ഇറാഖിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് മുസ്ലിം ആഖീൽ അവിടെ തടവിലാക്കപ്പെട്ടു. മുസ്ലിം ആഖീലിനെ തടവിലാക്കിയ വിവരം പിന്നെ ഇമാം ഹുസൈനെ കർബലയിൽ ഇറാഖിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്യുക എന്നുള്ള വിവരം ഇമാം ഹുസൈന്റെ അനുഭവത്തിൽ നിന്ന് ഇമാം ഹുസൈന് തന്റെ അനുഭവത്തിൽ നിന്ന് മുസ്ലിം ആഖീലിന് കൊടുക്കാൻ പറ്റിയില്ല. ആ വിവരം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഇമാം ഹുസൈൻ അവിടെ എത്തിയത്, യുദ്ധം നടക്കുന്നതൊക്കെ. അവർ മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് വിളിച്ചു പറഞ്ഞാൽ അങ്ങോട്ട് വരാമെന്നാ പോരെയുന്നോ? അപ്പോ
ഇത് പറയാൻ എന്താണെന്ന് വെച്ചാല് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. അപ്പൊ അതുകൊണ്ട് തോഫത്തുൽ മുജാഹിദീൻ എഴുതിയ പശ്ചാത്തലം ഉണ്ടല്ലോ, ആ പശ്ചാത്തലത്തിലെ സായുധമായിട്ടുള്ള ഏറ്റുമുട്ടല് ഇനി നിങ്ങൾ ആലോചിച്ച് ഇവിടെ പ്രസംഗിച്ചപ്പോ ഒക്കെ പറഞ്ഞ കാര്യം തന്നെ ഈ സെക്യുലറിസത്തിന്റെ ഈ യഥാർത്ഥത്തിൽ ഷെയ്ഖ് സൈനുദ്ദീൻ ചെയ്യണത് സാമൂതിരിയുടെ ഗവൺമെന്റിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർക്ക് അധിനിവേശം നടക്കുന്ന സമയത്ത് സാമൂതിരിപ്പാടിന്റെ ഗവൺമെന്റിനെ ഇവിടെ നിലനിർത്താൻ യുദ്ധം ചെയ്യാനാ പറയുന്നത്. സാമൂതിരിപ്പാടിന്റെ ഗവൺമെന്റിനെ നിലനിർത്താൻ വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ച ഷഹീദാവും എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ചാപ്റ്റർ മുഴുവൻ അദ്ദേഹം ചെലവാക്കുന്നത്. അല്ലെ, ബ്രിട്ടീഷ് പീരീഡിൽ ഈ തോഫത്തുൽ മുജാഹിദീൻ ഒന്നാമത്തെ തർജ്ജമ എഴുതിയത് ഒരു മൂസാൻകുട്ടി മൗലവിയാണ്. ഈ ഇവിടെ തിരുവങ്ങാടിക്കാരനാണ് അദ്ദേഹം ഈ തർജ്ജമ എഴുതിയ സമയത്ത് അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാരണം അത് ബ്രിട്ടീഷ് പീരീഡിലാണ്, അവർ സമ്മതിക്കൂല. കാരണം ജിഹാദ് എന്നാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തർജ്ജമയിൽ ജിഹാദ് എന്നുള്ള ഭാഗമല്ല. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിന് കേരള ചരിത്രത്തെ സംബന്ധിച്ചുള്ള ശരിയായ ധാരണയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അറബിന്ന് മലയാളത്തിലേക്ക് എഴുതാൻ പറ്റും, പക്ഷെ കേരള ചരിത്രത്തെ പറ്റി അറിയാത്തതുകൊണ്ട് ഒരു തർജ്ജമ ചെയ്യുന്ന ആൾക്ക് ഏതൊരു വിഷയമാണ് തർജ്ജമ ചെയ്യുന്നത് വെച്ചാൽ അതിനെപ്പറ്റിയും അതിന്റെ പശ്ചാത്തലത്തെ പറ്റിയും കൾച്ചറിനെ പറ്റിയൊക്കെ സമഗ്രമായ വിവരം വേണം, ഇല്ലെങ്കിൽ തെറ്റും. അതിനെ ഒരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിന്റെ തർജ്ജമയെ മോശപ്പെടുത്തല്ല ചെയ്യുന്നത്. അദ്ദേഹം സാമൂതിരിപ്പാടിലെ പ്രധാനമന്ത്രിയുടെ പേര് തേനഞ്ചേരി ഇളയതെന്ന അദ്ദേഹത്തിന്റെ തർജ്ജമയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക. അത് ആദ്യം അറബി മലയാളത്തിൽ അച്ചീത്, പിന്നെ മലയാളത്തിൽ രണ്ടിലും വായിക്കാൻ സാധിക്കുന്നത് ബാലീത്താണ്. ഇതിന് കാരണം എന്താ വെച്ചാൽ അൽ മുസമ്മാബി ഇളയത് എന്നുള്ളത് ബാലീത്താന്നാണ് വായിച്ചു. അങ്ങനെ തർജ്ജമ ഞാൻ മോശപ്പെടുത്തിയിട്ട് പറയല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ആ ജിഹാദ് എന്നുള്ള ചാപ്റ്റർ തന്നെ അദ്ദേഹത്തിന്റെ തർജ്ജമയിൽ വന്നില്ല, ബ്രിട്ടീഷ് പീരീഡിലായതുകൊണ്ട്. അപ്പൊ അദ്ദേഹം ഈ അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുള്ള അതുപോലെ ജിഹാദി എന്ന ഭാഗം, ആ ഭാഗം അദ്ദേഹം കൊടുക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? സാമൂതിരിപ്പാട് ഹിന്ദു രാജാവാണല്ലോ, അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ നിലനിർത്താൻ വേണ്ടി മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ചാല് ഷഹീദായി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. സാമൂതിരിപ്പാടിന്റെ ഗവൺമെന്റിനെ നിലനിർത്താൻ. അതാണ് മനസ്സിലാക്കേണ്ടത്, ഒരു ഇസ്ലാമിക ഗവൺമെന്റ് കൊണ്ടുവരാനല്ല. ഇസ്ലാമിക ഗവൺമെന്റ് സ്ഥാപിക്കാൻ വേണ്ടി സമരം ചെയ്ത് മരിച്ചാൽ ഷഹീദാവും എന്നല്ല പറയുന്നത്. സാമൂതിരിപ്പാടിന്റെ ഗവൺമെന്റിനെ ഇവിടെ നിലനിർത്താനും ഉറപ്പിക്കാനും നമ്മൾ യുദ്ധം ചെയ്താൽ ഷഹീദാണെന്നാ പറയുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള അടുപ്പവും ഒരുമയും അത്തരത്തിലുള്ള നാടിനെ സംബന്ധിച്ചുള്ള ശരിയായ വിചാരവും ഉണ്ടായിരുന്ന ഒരാളാണ് ഷെയ്ഖ് സൈനുദ്ദീൻ തന്നെ മനസ്സിലാക്കാൻ സാധിക്കണേ. മാഷോട് സൂചിപ്പിച്ചല്ലോ, പെണ്ണുങ്ങളെ രംഗത്തേക്ക് വരുത്തുന്നതിനെ സംബന്ധിച്ച് ഞാന് പെണ്ണുങ്ങൾ അങ്ങനെ വല്ലാതെ രംഗത്ത് വരുന്നതിന് അങ്ങനെ അനുകൂലമൊന്നുമല്ല. പെണ്ണുങ്ങൾ രംഗത്ത് വരേണ്ടടുത്ത് വരണം. വരേണ്ട നേരത്തെ നമ്മൾ കുളിച്ചിട്ടില്ലെങ്കിൽ വരും ചെയ്യും. അതിന് തെളിവാണ് ഷെയ്ഖ് സൈനുദ്ദീന്റെ തോഫത്തുൽ മുജാഹിദീനിലെ പോർച്ചുഗീസുകാര് ലക്ഷദ്വീപിൽ അധിനിവേശം നടത്താൻ ശ്രമിച്ചപ്പോ, അവിടെ ആക്രമണം നടത്തിയപ്പോ അതിനെ ചെറുത്തത് ആ പ്രദേശത്തെ കാലിയര പെണ്ണുങ്ങളാണ്. ആ പ്രദേശത്തെ പള്ളിക്കര കാലിയര പെണ്ണുങ്ങളാ ഒപ്പം രംഗത്തിറങ്ങിയിട്ട് വാളെടുത്ത് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ വരേണ്ട നേരത്ത് വരും. അതേസമയത്ത് എപ്പോഴും വരെ പിടിച്ചുവെച്ചങ്ങാണ്ട് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇതുങ്ങളെ. കാരണം പെണ്ണുങ്ങളെ പറഞ്ഞാൽ കുടിക്കാരത്തിയല്ലേ. നമ്മൾ പെണ്ണുങ്ങളെ പറ്റി കുടിക്കാരത്തി എന്നല്ല, വേറെ കുടിക്കാരത്തിയാണ്. ഓള് കുടി തന്നെ വേണ്ടത്. ഓള് കുടിക്കാരത്തിയാണ്. കുടി തന്നെ ഇല്ലെങ്കിൽ അവിടെ തയ്യാറാവും. കുടിയിൽ തയ്യാറായ ബാക്കിയൊക്കെ തയ്യാറാവും. അതാണ് കുഴപ്പം. നമ്മളെ അവർ കുടുംബം ചെയ്യുകയാണെങ്കിൽ അവിടെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് വൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാന, അല്ലെ, സ്വന്തം ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധിപയാണ്. പെണ്ണ് ഭരണാധിപയാണ്. അവൾ അവളുടെ ഭരണമേഖലയിൽ ഭരിക്കണം. ഓൾക്ക് ഭരിക്കേണ്ടത് ഭരണം വീട്ടിൽ തന്നെ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ രംഗത്ത് പക്ഷെ നാട്ടിൽ ഇറങ്ങേണ്ട സമയം വരുമ്പോ ആരും പറയാതെ തന്നെ പെണ്ണുങ്ങൾ ഇറങ്ങുകയും ചെയ്യും. അതിനുള്ള ധൈര്യവും അതിനുള്ള ബോധവും പെണ്ണുങ്ങൾക്കുണ്ട്. അത് മുസ്ലിം പെണ്ണുങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തോഫത്തുൽ മുജാഹിദീനിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം പറയേണ്ടതെന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്ത് സൂചിപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഒരു സെമിനാർ, ഇത്തരത്തിലൊരു സെമിനാർ നടത്തുകയും ചർച്ച നടത്തുകയും അതിനൊരു അവസരം ഉണ്ടാക്കുകയും ചെയ്തതിന് സോളിഡാരിറ്റിയുടെ പ്രവർത്തകന്മാരെ അഭിനന്ദിച്ചുകൊണ്ട്, സമയം വളരെ കുറവാന്നുള്ളതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനാന്നുള്ളതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.